ബദറിൻ്റണാങ്കണ ധ്വനി മുഴങ്ങി. നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി. അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ബദറിൻ്റണാങ്കണ ധ്വനി മുഴങ്ങി. നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി. അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ദൂതർ തിരു കയ്യിൽ ഇരിക്കും ദണ്ഡാൽ പതിയെ സവാദിൻ്റെ വയറ്റിൽ തട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീയി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅ്മാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ് അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു അവൻ്റെ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുവാനും അവൻ്റെ വിശുദ്ധ ഖുർആനും അതിൻ്റെ ആശയങ്ങളും ചർച്ച ചെയ്യുവാനുള്ള ഒരവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ആദർശത്തിൻ്റെ പേരിലുള്ള ഈ ബന്ധം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുസ്ലിങ്ങൾ പരസ്പരമുള്ള കടമകളും ബാധ്യതകളും ബന്ധങ്ങളും. നമുക്കറിയാം, നമ്മൾ അശ്രദ്ധമായ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളോടൊരാൾ സലാം പറയുകയും നാം മടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മടക്കിയത് അയാളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയോ ചെയ്താൽ വളരെ വിഷമത്തോടുകൂടെ അയാൾ പിന്നീട് പറയും, ഞാൻ സലാം പറഞ്ഞിട്ട് പോലും അയാൾ മടക്കിയില്ല. ഒരുപക്ഷേ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ മറന്നു പോകുന്നതല്ല, ജീവിതകാലം മുഴുവനും ആ ഒരു ബന്ധമില്ലായ്മ, നമ്മളുടെ ആ ഒരു വിഷമം മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ, നമ്മുടെ ബന്ധു, നമ്മുടെ പിതാവ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ മരണപ്പെട്ട് ആ ജനാസയിൽ
പങ്കെടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനൊരു വേദന അനുഭവപ്പെടാറുണ്ട്. നാം ഒരാളെ ക്ഷണിച്ചു, അയാൾ ആ ക്ഷണം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ക്ഷണം സ്വീകരിക്കാതിരിക്കുവാനുള്ള ഒരു കാരണം നമ്മളെ ബോധ്യപ്പെടുത്താതിരിക്കുകയും ചെയ്താലും നമ്മുടെ മനസ്സ് വേദനിക്കും. അതുകൊണ്ടായിരിക്കണം ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത അത് 6 എണ്ണമാണെന്ന് പഠിപ്പിച്ച ഓരോന്നെടുത്ത് പരിശോധിച്ചാലും ഇസ്ലാം നമ്മൾ പരസ്പരം പാലിക്കേണ്ട ബന്ധങ്ങളുടെ മഹത്വങ്ങളെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലാണ് സലാം പറഞ്ഞാൽ മടക്കണം, ജനാസയുടെ കൂടെ പോകണം, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. ഇതെല്ലാം നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ആ 6 കടമകളിൽപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഞാനിത് തുടക്കത്തിൽ പറയാൻ കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഈ മഹത്തായ ഒരു ദഅവാ കേന്ദ്രത്തിൽ നമ്മുടെ കുടുംബങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടുവാനും നമ്മുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു രംഗങ്ങളിലോ നമുക്ക് പരിചയമില്ലാത്ത ഒട്ടനവധി ആളുകളെ ദീനിൻ്റെ പേരിൽ പരിചയപ്പെടുവാനും സാധിച്ചു എന്നത് ഇസ്ലാമികമായി വളരെ വലിയൊരു സൗഭാഗ്യമാണ്. അത് നാം ജീവിതത്തിലെ മറ്റ് അനുഗ്രഹങ്ങളെ പോലെ തന്നെ അള്ളാഹുവിന് നന്ദി പറയേണ്ട, സദാ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട, ശുക്ർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കടമയാണ് അത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തുടക്കം ഞാൻ തുടങ്ങാൻ കാരണം, ഇവിടെ നിങ്ങളെ കാണുവാൻ ഒരു സാഹചര്യം ഒരുക്കിയ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ യാത്രയുടെ 2 ലക്ഷ്യങ്ങളിൽ ഒന്ന്, ഈ പരിശുദ്ധമായ നാട്ടിലേക്കുള്ളൊരു യാത്ര എന്ന നിലയ്ക്ക് ഒരു ഉംറ സാധ്യമായേക്കാം എന്ന പ്രതീക്ഷയാണ്. അങ്ങനെ പ്രതീക്ഷിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നതോടുകൂടെ യാത്ര അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു യാത്രയാവും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ധാരാളം സഹോദരങ്ങൾ, പരസ്പരം കണ്ടിട്ടില്ലാഞ്ഞിട്ട് പോലും പരസ്പരം സ്നേഹിക്കുന്ന ഒട്ടനവധി ബന്ധങ്ങൾ ദീനിൻ്റെ പേരിൽ നമുക്ക് പല പ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലുമുണ്ട്. ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനും ആ ദീനിൻ്റെ പേരിലെ ബന്ധങ്ങളെ പുതുക്കുവാനും ഇത്തരം യാത്രകളിൽ വളരെയധികം സാധിക്കാറുണ്ട്. ഈ 2 ഉദ്ദേശങ്ങളെ കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം എന്നതിലുപരി നിങ്ങളെല്ലാവരെയും ഒന്നിച്ചു കാണുവാനും സംസാരിക്കുവാനും കഴിയുന്നു എന്നുള്ളത് ഈ യാത്രയുടെ ലക്ഷ്യസാക്ഷാത്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പരിപാടിയുടെ ഒരു നല്ല ഫലവത്തായ ഒരു വിജയത്തിന് വേണ്ടി ഒരു നിർദ്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സഹോദരിമാർ പ്രത്യേകമായി ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അത് ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. നമുക്ക് വിശാലമായി വന്നിരിക്കാനും ചർച്ച ചെയ്യാനും ഉള്ളൊരു സമയം ഇവിടെയില്ല. വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുകൊണ്ട് ശ്രദ്ധാപൂർവം ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് നമ്മുടെ പരസ്പരമുള്ള സൗഹൃദങ്ങൾ പങ്കുവെക്കലും സംസാരങ്ങളും ഇരിക്കുവാനുള്ള സീറ്റ് സജ്ജീകരിക്കലും ഒന്നും മറ്റുള്ളവരുടെ കേൾവിക്ക് തടസ്സമാകാതിരിക്കുവാനും ശ്രദ്ധയ്ക്ക് തടസ്സമാകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മദ്രസയുടെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുവാനാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഹ്രസ്വമായ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ നമ്മൾ ബുദ്ധിയുള്ളവർ, അതേപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മുടെ നാട്ടിലെല്ലാം ബുദ്ധിജീവികളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ വല്ല ശാസ്ത്ര ഗവേഷണങ്ങളോ വളരെ അവഗാഹമുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങളോ പ്രഭാഷണങ്ങളോ നടത്തുന്ന ആളുകളെക്കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
ബുദ്ധിയെയും ചിന്തയെയും ഏറ്റവും നന്നായി ആ കുട്ടിക്കുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കപ്പെടുകയില്ല. ആ കുട്ടി 5ാം ക്ലാസ് പാസ്സായാലും 7ാം ക്ലാസ് പാസ്സായാലും ഒരുപക്ഷെ എത്ര മനോഹരമായി ഖുർആൻ പാരായണം ചെയ്താലും നിങ്ങളോട് മതപരമായ ഒരു നല്ല ചിട്ട പാലിക്കുന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ ആ കുട്ടി കാണപ്പെട്ടാലും ആ കുട്ടിയുടെ മനസ്സിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാഴ്ചപ്പാട് ആ കുട്ടിക്ക് ഉണ്ടായെങ്കിലോ ജീവിതത്തിന്റെ നല്ലൊരു സന്ദർഭത്തിലും നല്ലൊരു തിരക്കിലും ആ കുട്ടി അതിനോടൊരു പ്രതിബദ്ധതയും പുലർത്തുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി ഒരു ബുദ്ധിമാനായി കാഴ്ചപ്പാടുള്ളവനായി അവൻ്റെ യുവത്വത്തിലും ദാമ്പത്യത്തിലും ജീവിതത്തിലും വാർദ്ധക്യത്തിലും മരണത്തിലും മരണാനന്തരത്തിലും ഒക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കൊരു കാഴ്ചപ്പാട് നൽകണം. ഒരുപക്ഷെ അത് 20 കൊല്ലത്തെ പരിശ്രമം കൊണ്ട് സാധിക്കാത്തത് ഒരുപക്ഷെ അരമണിക്കൂർ കൊണ്ട് സാധിച്ചു എന്ന് വരാം. പക്ഷെ അതെങ്ങനെ ബോധ്യപ്പെടും, എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ അറിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്, കണ്ണ് കാണാത്ത ഒരുത്തനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവ്യമായ വെളിച്ചത്തെ ഉൾക്കൊണ്ട ഒരുത്തനും ഒരുപോലെയല്ല. ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ബുദ്ധിയും ഈ കാഴ്ചപ്പാടും എന്ന് പറഞ്ഞാൽ ദീനിനെ ശരിയായ ഒരു അവസ്ഥയിൽ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ദീനിന്റെ എത്ര അളവ് എനിക്കും നിങ്ങൾക്കുമുണ്ടോ അതുമൂലം നമുക്ക് കിട്ടുന്ന പ്രയോജനം ജീവിതത്തിൽ മണ്ണുകൊണ്ടും കിട്ടുന്നില്ല എന്ന് നമ്മൾ സമ്മതിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ദീനിന്റെ ഒരു മാധുര്യമോ അവസ്ഥയോ നമ്മുടെ ഹൃദയത്തിൽ കടന്നിട്ടില്ല എന്നർത്ഥം. ഈ ഉദ്ധമായ സദസ്സിനോട് ഈ ഗൾഫ് നാട്ടിൽ ഒരുപക്ഷെ ഫാമിലിയോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ അത്യാവശ്യം വരുമാനമുള്ളവരും സൗകര്യമുള്ളവരുമാണല്ലോ ഒരു ഫാമിലിയോടുകൂടെ അവിടെ ജീവിക്കാൻ സാധ്യതയുള്ളത്. അത് വെച്ച് ഞാൻ പറയാം, നിങ്ങൾക്ക് സ്വന്തമായി എന്തൊക്കെയുണ്ടോ, ഒരു ജോലി ഉണ്ടാവാം, നാട്ടിൽ നല്ല വീടുണ്ടാവും, എന്തുണ്ടാവട്ടെ, എന്ത് സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. പക്ഷെ ഇന്ന് ജീവിതത്തിൽ നമുക്ക് അനുഭവം നൽകുന്നതിൽ ഏറ്റവും നല്ല അനുഭവം എന്തിൽ നിന്നു ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ദീന് കൊണ്ട് എന്നുള്ള ഒരൊറ്റ മറുപടി ആലോചിക്കാതെ പറയാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നുണ്ട് എങ്കിൽ സംശയം വേണ്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. കാരണം ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധികളെയും എന്ത് പ്രശ്നങ്ങളെയും എന്ത് ഇല്ലായ്മകളെയും ഏത് മനോദുഃഖങ്ങളെയും കടന്നു പോകാൻ പറ്റാത്ത ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ മതപരമായ ഞാൻ ഈ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അള്ളാഹു ഇറക്കി കൊടുത്ത ഈ ഹക്ക് കാഴ്ചപ്പാടോടുകൂടി ഉൾക്കൊണ്ട ആൾക്ക് പറ്റുമെങ്കിൽ അതിന് 10 കോടിയുടെയോ 20 കോടിയുടെയോ 100 കോടിയുടെയോ വിലമതിക്കാൻ പറ്റാത്തതാണ് മനസ്സിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് മകൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നുവോ, പ്രൊഫഷനാകുന്നുവോ, ഡോക്ടർ ആകുന്നുവോ, എഞ്ചിനീയർ ആകുന്നുവോ, ഏറ്റവും വലിയൊരു ബിസിനസ് ആകുന്നുവോ എന്നൊന്നും ഇവിടെ അവസ്ഥയില്ല. കാരണം അതിനെക്കൊണ്ടൊന്നും അവന് കിട്ടാത്ത പ്രയോജനം ഈ ദീനിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസികാവസ്ഥ കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും കിട്ടുമെങ്കിൽ സഹോദരങ്ങളെ അതല്ലേ കൊടുക്കേണ്ടത്. അതാവട്ടെ എല്ലാറ്റിനും വെളിച്ചമാണ്. 2 കിലോമീറ്റർ നടന്നു പോകുന്നവന്റെ കയ്യിലുള്ള ടോർച്ച് കൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് ചോദിച്ചാൽ അത് ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതല്ല. ആ വഴിയിൽ ഉടനീളം രക്ഷയാണ് ആ ടോർച്ച്. ഒരു അപകടത്തിന്റെ മുന്നിലും പ്രതിസന്ധിക്ക് മുന്നിലും ശരിയായ വഴി തെളിയിക്കുന്നതിലും ആ ടോർച്ച് ഒരു പങ്ക് വഹിക്കുന്നുവെങ്കിൽ നബി സ്വല്ലല്ലാഹു കിട്ടിയിട്ടുള്ള ഈ സത്യസന്ദേശം ഒരു വെളിച്ചമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൊളുത്തി വെക്കുന്നത് പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ കേവലം നമസ്കാരത്തിന്റെ ഒരു രൂപം മാത്രമല്ല, ഏതെങ്കിലും അറിവുകളോ സംവിധാനങ്ങളോ മാത്രമല്ല. നിങ്ങളുടെ മകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കൂടെ അവന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വെളിച്ചം, ആ വെളിച്ചം മനസ്സിലുണ്ടോ അവൻ വിജയിക്കാത്ത ഒരിടവും ഉണ്ടാവില്ല. ഒരു പക്ഷേ ഭൗതിക ജീവിതത്തിന്റെ ചെറിയൊരു പ്രതിസന്ധി ജീവിക്കേണ്ടെന്ന് മനുഷ്യനെ തീരുമാനിപ്പിച്ചേക്കാം. അവിടെ പോലും ശക്തമായി മുന്നോട്ട് നയിക്കുവാനും എല്ലാ സംശയങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റുവാനും ആ വെളിച്ചം കൊണ്ട് പറ്റും. അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ഖുർആനിന്റെ പേര് നൂറ് എന്നാണ്. എനിക്ക് കിട്ടിയ വഹയിന്റെ പേര് നൂറ് എന്നാണ് സഹോദരങ്ങളെ. അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്നത് നൂറ് എന്നതാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെ ഗൗരവത്തോടു കൂടെ ആലോചിക്കാൻ പോകുന്ന കാര്യം, ഈ ഒരു ബസീറത്തിനെ, കാഴ്ചപ്പാടിനെ, പ്രകാശത്തെ, സന്മാർഗത്തെ
നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ പകർന്നു നൽകാറ്റുമെന്നാണ്. അങ്ങനെ ഉൾക്കൊള്ളാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുക എപ്പോഴാ വെച്ചാൽ, നമ്മൾ ദീനൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. എപ്പോഴാണ് വിചാരിക്കുക എന്ന് വെച്ചാൽ, അവർ അത്യാവശ്യം നമ്മളൊക്കെ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കാനും പള്ളിയിലേക്ക് മത്സരിച്ച് പോകാനും ഒക്കെ തുടങ്ങുമ്പോൾ നമുക്കൊരു സമാധാനം, എൻ്റെ കുട്ടി ഞാൻ വിചാരിച്ചതിലേറെ ഭംഗിയായി എന്ന്. പക്ഷെ പിന്നെ കുറച്ചൊരു സമയം കഴിയുമ്പോൾ ജീവിതത്തിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവൻ തിരിയാൻ തുടങ്ങുമ്പോൾ, നിങ്ങളിൽ നിന്ന് മോചനം നേടി അവൻ വിചാരിച്ച കാര്യം അവന് സ്വന്തം ചെയ്യാൻ പറ്റുമ്പോൾ, അവൻ സ്വയം പണം കണ്ടെത്താൻ പറ്റുമ്പോൾ, അവന് സ്വയം സ്വകാര്യതകൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളോട് ചോദിക്കാതെ അവന് റൂം അടയ്ക്കാൻ പറ്റുമ്പോൾ, നിങ്ങളോട് ചോദിക്കാതെ അവന് യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ അന്യ സ്ഥലങ്ങളിൽ പോയി അവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, സ്വാഭാവികമായും നാം വിശ്വസിച്ച വിശ്വാസങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്കറിയും. ഒരിക്കലും നമ്മുടെ മകനിൽ സങ്കല്പിക്കാത്ത സ്വഭാവ ദൂഷ്യങ്ങൾ നേരിട്ട് കാണും. നമ്മളോട് ബന്ധപ്പെട്ടവരും അറിയുന്നവരും പറയും, നിങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്തല്ലോ, അവൻ ഇവിടെ നിന്ന് ഇന്നൊരു കാര്യം ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മോനോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് വരുന്നു വെച്ചാൽ, കേവലം എഴുതാനും വായിക്കാനും അറിയുന്ന, ഖുർആൻ ഓതാൻ പറ്റുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ നിസ്കരിക്കുന്ന ഒരവസ്ഥ വരാൻ, അതാണ് യഥാർത്ഥത്തിൽ ഒരു മതപരമായ പരിരക്ഷയുടെ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കലിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് വിശ്വസിച്ചവർക്കൊക്കെ തെറ്റുക മാത്രമല്ല, ഒരു നീണ്ട ജീവിത കാലഘട്ടത്തിലെ കുട്ടികൾക്ക് നൽകുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു ചെറിയ ആഗ്രഹം എൻ്റെ ആമുഖത്തിലൂടെ നിങ്ങൾക്ക് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മകൻ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ഈ ഒരു ദീനീ കാഴ്ചപ്പാട് അവന് പകർന്നു നൽകുവാൻ എങ്ങനെ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഒരു പ്രസംഗത്തിൻ്റെയും ആകർഷണീയതയും അതിനെല്ലാം ഒഴിവാക്കി ചില നിർദ്ദേശങ്ങളായി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു നല്ല ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു അവശനാണ് ഞാൻ. നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം എനിക്ക് എന്തുകൊണ്ടോ ചെറിയൊരു ശല്യമുണ്ടായാൽ സംസാരിക്കാൻ പറ്റില്ല. എന്നോട് പലരും ഉപദേശിച്ചതാണ്. ഞാൻ ഇവിടെ വന്ന് ഇത്രയും നേരം അതിന് ശ്രമിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ വിജയിച്ചിട്ടില്ല. അപ്പോൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഏത് സാഹചര്യത്തിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയണം, അതാണ് വേണ്ടത്. പക്ഷെ അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാക്കി തീർക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ആദ്യം നമ്മൾ ആരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവലാണ് ഒന്നാമത്തെ ഘട്ടം. എന്ന് പറഞ്ഞാൽ, ഈ വിവാഹം കഴിക്കുന്നതോടുകൂടെ ഒരു വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ് നമുക്ക് വന്നു ചേരുന്നത്. പലപ്പോഴും വിവാഹം ഒരു ആഘോഷമാകുന്നത് കൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്തം എന്ന ബോധത്തോടെ ആരും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വിവാഹിതനാകുന്ന സമയത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയമെന്ന നിലയ്ക്ക് ആഘോഷമാണ് അതിൻ്റെ തുടക്കവും അവസാനമൊക്കെ. അതുകൊണ്ട് അപൂർവമായി മാത്രമേ ഇതൊരു ഗൗരവപരമായ ജീവിത തുടക്കമാണെന്ന് അപൂർവമായിട്ടും ചിന്തിക്കലുള്ളൂ. ഞങ്ങൾക്ക് ഒരു ഗൾഫ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ തലേന്നാൾ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും നമ്മൾ. എന്നാൽ വിവാഹത്തിൻ്റെ തലേന്ന് അത്ര ടെൻഷൻ അടിച്ചു. കാരണം അന്ന് കല്യാണ പന്തലുകളും ആരവങ്ങളുമാകുമ്പോൾ നമ്മളത് ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ ഒരു പരിചയമില്ലാത്തൊരു ഗൾഫ് നാടിലേക്ക് വരുന്നതിനേക്കാളും അപരിചിതത്വത്തോടെയും ആശങ്കയോടുകൂടെയും തുടങ്ങേണ്ടതാണ് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ. കാരണം വിവാഹത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ മുഴുവൻ അതിനേറ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങളുടെ ഇവിടുത്തെ ജോലി നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആ ഗൗരവ ബോധത്തോടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യം നന്നായി മനസ്സിലാവും. കാരണം ഏറ്റവും അധികം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ദിവസം വിവാഹത്തിൻ്റെ തലേന്നാളാണ്. കാരണം ജീവിതത്തിൽ പിന്നുള്ളതെല്ലാം ആ കുടുംബവുമായി ബന്ധപ്പെട്ടേ ഉള്ളൂ. ശരി, ഇന്നിപ്പോൾ നിങ്ങളിൽ ഒരാൾ ഞാൻ മരിക്കുമോ എന്നൊരു ഭയം മനസ്സിൽ കടന്നു വന്നാൽ നമ്മുടെ മനസ്സിൽ ഉടനെ ഓർമ്മ വരും എന്തായിരിക്കും, നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഭാര്യയും കുട്ടികളും എന്താവുന്നേ മനസ്സിൽ വരുള്ളൂ. അത് വിവാഹത്തിന് മുമ്പ് ഉണ്ടാവും ഒരാൾക്ക്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പ്രശ്നവും നമ്മുടെ കുടുംബത്തെ ദാമ്പത്യത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ സാമ്പത്തികമായ കാഴ്ചപ്പാടിൽ വിവാഹത്തിന് മുമ്പുള്ളതല്ല ഇന്നത്തെ കാഴ്ചപ്പാട്. ഒരു കുടുംബം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് ഹലാലായ വഴികളിൽ മാത്രം സമ്പാദ്യങ്ങളെ അവലംബിച്ചവരും ഇന്ന് തെറ്റായ വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കുടുംബം എന്ന പശ്ചാത്തലമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. നോക്കൂ, നിങ്ങൾ
നമ്മുടെ വിവാഹത്തിന് മുമ്പ് ജീവിതത്തിലെ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ ആർക്കെങ്കിലും വേണ്ടി? പക്ഷെ ഇന്ന് നാം ഉറങ്ങാതിരിക്കുന്നു കുടുംബത്തിന് വേണ്ടി. ശരീരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിരാകരിക്കുന്നു കുടുംബത്തിന് വേണ്ടി. രോഗത്തിന് വേണ്ടി ചികിത്സിക്കാതിരിക്കുന്നു കുടുംബത്തിന് വേണ്ടി. വിവാഹത്തോടു കൂടെ എല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊന്നും ഇനി ആശങ്കകളും എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബം ജീവിതം ആരംഭിക്കുന്നതിന് തലേന്നാളാണ് ഏറ്റവും അധികം നമ്മൾ ആശങ്കപ്പെടേണ്ടത്. മാത്രമല്ല, വിവാഹത്തിന്റെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക് തന്നെ ശക്തമായ ഒരു കരാറാണ് നിങ്ങൾ സ്വീകരിച്ചാൽ. സഹോദരങ്ങളെ, ഭയങ്കര അത് ഓർത്താൽ തന്നെ ഉറക്കം വരില്ല. കാരണം എന്താ വെച്ചാൽ, എനിക്ക് പിന്നെ വിവാഹം വരെ എനിക്കൊരു ഉത്തരവാദിത്വമല്ല. വിവാഹം കഴിച്ചാൽ എന്താ വെച്ചാൽ, ഞാൻ വിവാഹം കഴിക്കുന്ന എൻ്റെ ഭാര്യ അതുവരെ സുരക്ഷിതമായി പിതാവിൻ്റെ സംരക്ഷണത്തിലാണ്. ആ നിമിഷം മുതൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇനി നിങ്ങളൊന്നും അറിയേണ്ട. ഞാൻ പറഞ്ഞ, ആ പെൺകുട്ടിക്ക് എന്നെ ഒരു ഭർത്താവായി കിട്ടിയത് കൊണ്ടാണ് എൻ്റെ മതപരവും ഭൗതികവുമായ ജീവിതത്തിൽ ഞാൻ ഈ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ അയാൾ കാണിക്കുന്നില്ല എന്ന് വന്നാൽ അവിടെ ഒരു കരാറിൻ്റെ ലംഘനമുണ്ട്. ഏതു സന്ദർഭത്തിലും ജീവിതത്തിൻ്റെ ഏതു നിമിഷത്തിലും സ്വന്തം ഭാര്യയോടുള്ള ഒരു കടമ നിർവഹിക്കുക എന്നത് ഏറ്റവും പ്രധാനമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ പറഞ്ഞാൽ വസ്തഹലൽതും ഫുറൂജഹുന്ന ബി അമാനില്ലാഹ്. അള്ളാഹുവോട് നിങ്ങൾ ഒരു അമാനത്ത്, ഒരു കരാറ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് വിവാഹത്തിന്റെ തലേന്നാൾ ഒരിക്കലും നിങ്ങൾക്കൊന്ന് തൊടാനോ സംസാരിക്കാനോ പോലും പറ്റാത്തൊരു സ്ത്രീയെ നിനക്കെന്തും ചെയ്യാമെന്ന അനുവാദം കിട്ടിയത് ഒരു കരാറ് കൊണ്ട് മാത്രമാണ്. ആ കരാറ് പാലിക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. വിവാഹത്തിന്റെ തലേന്നാൾ ശരിയായ ഒരു മനസ്സും വിശ്വാസവും നാളത്തെ പരലോകത്തെ വിചാരണയും ആലോചിക്കുന്ന ഒരാൾക്ക് മാനസിക പ്രയാസപ്പെടാനും ആശങ്കപ്പെടാനും അത് മാത്രം പോരെ. സഹോദരങ്ങളെ, അതുകൊണ്ട് വിവാഹം കഴിച്ച നിമിഷം മുതൽ നമ്മൾ അല്പം ഉത്തരവാദിത്തത്തോടു കൂടെ ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ. ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വലിയ സന്തോഷമാണ് നമുക്കുണ്ടാവുന്നത്. പക്ഷെ സാധാരണഗതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും മാത്രമേ ആ കുട്ടി മനസ്സിലാക്കുന്നുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണ രക്ഷിതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വാക്കുകൾക്കപ്പുറം നമ്മളുമായിട്ടുള്ള ജീവിതത്തെ അവർ ഉൾക്കൊള്ളുന്നത്. ഇത് ഒരു വളരെ വളരെ വിശാലമായൊരു വിഷയമാണെങ്കിലും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, നിങ്ങളൊരു കുട്ടിയെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവൻ്റെ ദീൻ നിങ്ങൾ പഠിപ്പിച്ചതല്ല, നിങ്ങളെ മദ്രസയിൽ നിന്ന് പഠിച്ചതുമല്ല അവൻ്റെ ദീൻ. അവനൊരു ദീനുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്കൊരു ദീനുണ്ട്. ഇപ്പോൾ ആ ദീൻ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? ആ ദീൻ ഒരിക്കലും സഹോദരങ്ങളെ നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചതല്ല. ഞാൻ പറഞ്ഞ മദ്രസ ഒന്നും പഠിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം. അതേപോലെ തന്നെ നിങ്ങൾ അവനെ മനഃപ്പാഠമാക്കിച്ചതല്ല. പിന്നെ എന്താണ് അവന് കിട്ടിയത്? നിങ്ങളിലുള്ള ദീനിൽ നിന്നാണ് അവന് കിട്ടിയത്. നിങ്ങളിൽ ദീനില്ലേ, അവന് ദീനുണ്ടെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചാൽ അത് അപകടത്തിലാണ്. നിങ്ങൾക്ക് ദീനില്ലേ, നിങ്ങൾ ഒരിക്കലും കുട്ടിനെ മദ്രസ പറഞ്ഞയക്കരുത്. കാരണം അവൻ്റെ ജീവിതത്തിൽ വളരെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. കാരണം ഈ ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ ആ പ്രധാനപൂർവ്വം പഠിക്കാൻ എന്നെ വാപ്പ അയക്കുന്നു, ഉമ്മ അയക്കുന്നു, പക്ഷെ വീട്ടിലത് കാണുന്നില്ലല്ലോ. ഒരു ചെറിയ കുട്ടിക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റൂല. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും അറിയോ? ഇതൊക്കെ വെറുതെ ചില പ്രഹസനങ്ങൾ, ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് ആ കുട്ടി ചെറുപ്പത്തിൽ ഗ്രഹിക്കും. പിന്നെ അവനെ ദീനിലേക്ക് കൊണ്ടുവരുവാൻ ലോകാവസാനം വരെ ഒരാൾ ശ്രമിച്ചാലും അയാൾക്ക് പറ്റാത്തതാണത്. നമുക്ക് ദീനില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ എന്തിനു പഠിപ്പിക്കണം? പക്ഷെ എന്ത് പുതിയൊരു സംസ്കാരം വന്നിരിക്കുകയാണ്. നിസ്കരിക്കാത്ത ആളുകൾ പോലും കുട്ടികളെ മദ്രസയിലാക്കും. നമ്മുടെ ടൗണിലൊക്കെയുള്ള മദ്രസകളിലുള്ള അനുഭവങ്ങൾ അതാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ വൈരുദ്ധ്യം അതാണ് സഹോദരങ്ങൾ. കുട്ടി നിരീക്ഷണത്തിലൂടെയും കേൾവിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ജനിച്ച് കിടക്കുന്നത് മുതൽ കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണ്. മദ്രസയിലെ 2 മണിക്കൂറല്ല സഹോദരങ്ങളെ, സ്കൂളിലെ 10 മണിക്കൂറല്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കൂ. എൻ്റെ സംസാരത്തെ കേൾക്കാൻ നിങ്ങൾ ഇരിക്കുന്നതിനേക്കാളും ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നിങ്ങളുടെ കുട്ടി കഴിച്ചു കൂട്ടുന്നുണ്ടെന്ന് നിരീക്ഷണം നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടി പഠിക്കാണ്. ആ കുട്ടി എന്താണ് പഠിക്കുന്നത് സഹോദരങ്ങളെ? പെരുമാറ്റ മര്യാദ പഠിക്കുന്നു. എങ്ങനെ പഠിക്കുന്നു? നിങ്ങളും ഭാര്യയും സംസാരിക്കുമ്പോൾ ആ കുട്ടി പെരുമാറ്റ മര്യാദ പഠിക്കുന്നു. പെരുമാറ്റ മര്യാദ പഠിക്കാൻ വർത്താനം പറയാനുള്ളത് മാത്രമല്ല, പരസ്പരം ഇത്രയൊക്കെ ബഹുമാനിക്കേണ്ടതുള്ളൂ, പരസ്പരം ഇത്രയൊക്കെ ആദരിക്കേണ്ടതുള്ളൂ.
ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. കാരണം ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഭർത്താവിനോട് ഭാര്യ സംസാരിക്കുന്ന സംസാരത്തിന്റെ രൂപങ്ങളിൽ നിന്നും ഒരു കുട്ടി ഉൾക്കൊള്ളുന്നത് ഒരു 4-5 മണിക്കൂർ ക്ലാസ് എടുത്ത ആ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സഹോദരങ്ങൾ, ഒരു സംശയവും വേണ്ട, ആരും വിഷമിക്കേണ്ട. ഇന്ന് മുതൽ മാറിയാൽ നാളെ മുതൽ പുതിയൊരു മദ്രസ നിങ്ങളുടെ വീട്ടിൽ ആരംഭിക്കും. കാരണം ആ മാറ്റത്തെക്കുറിച്ച് കുട്ടി ചോദിക്കും, ഇന്നലെ വരെ കണ്ടത് ഇതല്ലല്ലോ, എന്തു സംഭവിച്ചു? ആ ഒരൊറ്റ തുടക്കം മാത്രം മതി ഒരു കുട്ടിയുടെ മാറ്റത്തിന്. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കണമെന്ന് പറയും. ശ്രദ്ധാലുക്കളല്ല രക്ഷിതാക്കൾ എന്ന് പറയാൻ എൻ്റെ അടുക്കൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എത്രമാത്രം തരും. സ്വകാര്യമായ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പോലും കുട്ടികളെ ശ്രദ്ധയിൽപ്പെട്ട് മാനസിക വൈകല്യം സംഭവിച്ച ഒട്ടനവധി കുട്ടികളെ നമുക്ക് ജീവിതത്തിൽ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രക്ഷിതാക്കന്മാരുടെ ഉത്തരവാദിത്തം എത്രയാണ്? ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ബഹളം വെക്കുമ്പോഴും വഴക്കടിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, അതും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും ഒരു കുട്ടിയുടെ ശ്രദ്ധയിൽ വരാൻ പറ്റാത്ത സ്വകാര്യ കാര്യങ്ങളിൽ പോലും നിരുത്തരവാദപരമായിട്ടാണ് വീട്ടിൽ മാതാപിതാക്കൾ പെരുമാറുന്നതെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ഞാനൊരു മനഃശാസ്ത്രജ്ഞനായി പറയല്ല സഹോദരങ്ങളെ, സൂറത്തുൻ നൂറിലുള്ള ആയത്തല്ലേ. 3 സന്ദർഭങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ പോലും മാതാപിതാക്കളുടെ റൂമുകളിലേക്ക്, ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അത് പ്രായപൂർത്തിയാകാത്ത കുട്ടി. എന്താ പ്രായപൂർത്തി കുട്ടി? ആ പ്രായപൂർത്തിയാകാത്ത കുട്ടിയിലും ചില ധാരണകൾ സൃഷ്ടിക്കുമെന്നല്ലേ അത്. വേറെന്തിനാണ് അള്ളാഹു അത് പറയണത്? പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യത്തിൽ മാത്രമല്ല, കണ്ണുകളിൽ കാഴ്ച വന്നത് മുതൽ ആ കുട്ടിയുടെ കാഴ്ചകൾ ആ കുട്ടിയുടെ ഹൃദയത്തിലും ചിന്താഗതികളിലും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഒരു ഗൗരവബോധം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം മാറാൻ അത് മാത്രം മതിയാവും. അതിലേറ്റവും ഒന്നാമതായി എനിക്കിങ്ങോട്ട് പറയാനുള്ളത് എന്താ അറിയോ? ജീവിതത്തിൻ്റെ സൂക്ഷ്മതയാണ്. ജീവിതത്തിൽ നമ്മുടെ സൂക്ഷ്മതക്കുറവ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത് ചെറുതല്ലാണ്. അശ്രദ്ധമായി നിങ്ങൾ വീട്ടിലിരുന്ന് TV കാണുന്നത് പോലും ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവനുള്ള ദീനിനെ നശിപ്പിക്കുകയാണെന്ന് ഏതെങ്കിലും രക്ഷിതാക്കന്മാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഒരു കാഴ്ച ശരിക്കും നമ്മൾ അശ്രദ്ധമായിരുന്ന് TV കാണും, ഒരു ദിവസം വൈകി ഉണരുകയാണ്. ജീവിതത്തിലെ ഏതൊരു പെരുമാറ്റങ്ങളിലും പ്രശ്നമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഈ കോളേജിലൊക്കെ നമ്മളെ അധ്യാപകന്മാരായ ആളുകൾ കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും തങ്ങളുടെ മാന്യത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പയും ഉമ്മയും കുട്ടികളുടെ മുമ്പിൽ സഹോദരങ്ങളെ 24 മണിക്കൂർ എത്ര ജാഗ്രതയോടെ ജീവിക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വിശാലമായ വിഷയമാണ്. പക്ഷേ 2 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും കുട്ടികളുടെ നിരീക്ഷണത്തിൽ പെട്ടെന്ന് വരുന്നതുമായ 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയിലുള്ള സൂക്ഷ്മതയാണ്. എന്ന് പറഞ്ഞാൽ മതിപ്പൺ പോവും. അതായത് നമ്മുടെ വ്യക്തിപരമായ ധാർമ്മിക രംഗത്തുള്ള, പ്രത്യേകിച്ച് നമ്മളുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള പരസ്പരമുള്ള ബന്ധങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ നമ്മുടെ വീട്ടിൽ പെരുമാറാൻ പറ്റൂ. ഒരു അന്യ പുരുഷൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ സഹോദരിമാരോടാണ് പറഞ്ഞത്, സ്വന്തം ഭർത്താവിനോട് പെരുമാറുന്നത് പോലെ അയാളോട് നിങ്ങൾ പെരുമാറിയാൽ നമ്മുടെ കുട്ടികളെ അടുത്ത ഭാവിയിൽ നിയന്ത്രിക്കാൻ അല്പം പ്രയാസമുണ്ടാവും. ആളുകൾ ചോദിക്കുന്നു, 5ാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെ പ്രേമലേഖനം എഴുതുന്നത്? 3ാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെയാണ് തൻ്റെ ലവറിൻ്റെ പേര് തൻ്റെ ഡയറി നോക്കുക ആൾക്കാർ? ഈ ചോദ്യത്തിന് എന്താ ഉത്തരം വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മുഴുവനും കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത്, ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ പിതാവ്, ഇതൊരു അന്യ പുരുഷൻ. ഈ വേർതിരിവ് ആയത്തും ഹദീത്തും എഴുതി ഒരു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താലും വീട്ടിൽ ഉമ്മക്ക് ആ വകതിരിവില്ലെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അന്യനെയും ബന്ധപ്പെട്ടവനെയും തിരിച്ചറിയാൻ അല്പം പ്രയാസമുണ്ടാകും. ഫോണിൽ പോലും, ഞാൻ പറഞ്ഞ ഫോണിൽ പോലും ആർക്ക് ഫോൺ ചെയ്യുന്നുവോ ഒരു വ്യത്യസ്തതയോടുകൂടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോയി നോക്കൂ, കോളേജിൽ പോയി നോക്കൂ. നിങ്ങൾ മുമ്പത്തെ പോലെ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളെ നിരീക്ഷിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, ആണും പെണ്ണും അന്യ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവർ ജ്യേഷ്ഠത്തെയും അനുജനെയും പോലെയാണ് ഇറങ്ങി വരുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഇറങ്ങി വരാം. അത്ര സോഷ്യലായിട്ടാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരോടും പെരുമാറുന്നത്. അങ്ങനെ ഒരു സംസ്കാരം വീട്ടിലുണ്ടെങ്കിൽ
കോളേജിൽ തൊട്ടപ്പുറത്ത് ബെഞ്ചിലിരിക്കുന്ന ആൺകുട്ടിയെ നമ്മുടെ മകൾ സ്വന്തം ബ്രദറിനെ പോലെ കാണും, ബ്രദർ എന്ന് വിളിക്കും, മോട്ടോർ ബൈക്കിന്റെ പിന്നിൽ കയറും, ഒന്നിച്ച് ചായ കുടിക്കും, ഒന്നിച്ച് യാത്ര ചെയ്യും. സഹോദരങ്ങളെ, ഒരു അന്യ ആണും ഒരു അന്യ സ്ത്രീയും തമ്മിൽ ഒരല്പം അകലം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന ബോധം വീടുകളിൽ നിന്ന് കിട്ടാതെ ആ ബോധം ആർക്കും നൽകാൻ പറ്റില്ല. അല്പം സൂക്ഷ്മത അതിൽ വേണം. സഹോദരങ്ങളെ, എത്ര സൂക്ഷിക്കാമെന്ന് പറഞ്ഞാലും വീട്ടിലെ ടി വിയിലെ ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ വാപ്പ അത് കാണുന്നു, വാപ്പ അത് നോക്കിയിരിക്കുകയാണല്ലോ, ഉമ്മ അത് നോക്കിയിരിക്കുകയാണല്ലോ എന്ന് തോന്നുന്നതോടുകൂടെ ഒരു കുട്ടിൻ്റെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള ഒരു വലിയ ഒരു മറ പൊളിഞ്ഞു പോകുന്നുണ്ട്. ഒരു ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും വലിയ മറകളാണ് ഭേദിക്കപ്പെടുന്നത്. അതൊന്നും തിരിച്ചു സ്ഥാപിക്കാൻ ഒരു മതാധ്യാപകനും സാധ്യമല്ല. അത് നമ്മുടെ വീടുകളിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം. അതുകൊണ്ട് സൂക്ഷ്മതാബോധം വളരെ പ്രധാനമാണ്. അത് എല്ലാറ്റിലും ഒരു നുണ, നിങ്ങൾ പച്ച നുണ നിങ്ങളുടെ കുട്ടിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നിർഭയം ആ കുട്ടി നുണ പറയും. ആ കുട്ടിക്ക് നുണ പറയാൻ ഒരു പേടിയുണ്ടാവില്ല. എൻ്റെ മാതാപിതാക്കൾ ഒരു നുണ പറയുന്നിടത്ത് ഒരു ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നുണ പറയാത്ത ഒരുത്തനായി നമ്മൾ മാറും. സംശയം വേണ്ട നിങ്ങൾക്ക് കാര്യത്തിൽ, അതുമാത്രം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ആ വാക്ക് പറയുമ്പോഴേക്കും അത് ഗൗരവത്വം. പക്ഷെ നമുക്ക് എത്ര സാഹചര്യങ്ങളിൽ ഫോൺ വിളിക്കുമ്പോൾ, തൊട്ടപ്പുറത്ത് കുട്ടി കാറിലിരിക്കുമ്പോൾ നാം പറയുന്നു എന്ത്, ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ്, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഒരാളിൽ തിരക്കിലാണ്. അപ്പോൾ അയാളുടെ തൽക്കാലം രക്ഷപ്പെടാൻ ഒരു മറുപടി പറയുമ്പോൾ സഹോദരങ്ങളെ, നമുക്കറിയുമോ നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുട്ടിക്കുണ്ടാവുന്ന ഒരു ദീനീ ബോധത്തെ ആവശ്യത്തിൽ നമ്മൾ എന്താണ് നശിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും രക്ഷിതാക്കന്മാർക്ക് പറ്റണില്ല. അത് നാം പറഞ്ഞില്ലേ, ആ ധാർമ്മികമായ ജീവിതത്തിൻ്റെ ഒരു നിലവാരം നമ്മൾ ശരിക്കും കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്തെ എന്താണെന്ന് വിചാരിച്ചാൽ ആരാധനകളിലാണ്. നമ്മളെന്താ വെച്ചാൽ ആരാധനകളിൽ നാം കാണിക്കുന്ന കണിശതയെ കുട്ടികളിൽ ഉണ്ടാവുള്ളൂ. അതായത് കുട്ടികൾ നമസ്കരിക്കാത്തതിൽ പലപ്പോഴും ആളുകൾ പരിതപിക്കാറുണ്ട്. ആളുകൾ പറഞ്ഞത് ഒരു ശീലം കൊണ്ട് നമസ്കാരം കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. ഒരിക്കലും പറ്റൂല. ഞാൻ പറഞ്ഞ 15 കൊല്ലം നിങ്ങൾ ഒന്നിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടീനെ ഡ്രസ്സ് ഇട്ട് ചെറുപ്പം മുതൽ കൊണ്ടുപോയാലും 16ാമത്തെ വർഷം അവനൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ അവൻ ആ നിസ്കാരം നിർത്തും. ഒരു പരിശീലനം കൊണ്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല. പരിശീലനം കൊണ്ട് നിസ്കാരം പടിഞ്ഞേക്കാം, ഉണ്ടാവുള്ളൂ. നിസ്കരിക്കാൻ പോകണമെന്നത് അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ബോധമാണ്. ആ ബോധം എങ്ങനെ ഉണ്ടായി കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ബോധം എങ്ങനെ ഉണ്ടാവും? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൃത്യമായി ജമാഅത്തിന് പോകുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കുട്ടി നമസ്കരിക്കെങ്കിലും ചെയ്യും, എൻ്റെ കുട്ടി നിസ്കരിക്കും. എന്നാൽ ഞാൻ നമസ്കാരത്തിൻ്റെ കൃത്യതയിൽ പോലും വീഴ്ച വരുത്തുന്ന ആളാണെങ്കിൽ എൻ്റെ കുട്ടി നമസ്കരിക്കാത്തവനായി മാറും. നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് താഴെ കുട്ടി നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ഉയർന്ന നിലക്ക് നിന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളിൽ എല്ലാം വളരെ കണിശതയോടെയും കൃത്യയോടെയും നമ്മൾ ചെയ്യുമ്പോഴേ അതിന് തൊട്ട് താഴെയെങ്കിലും നമ്മുടെ കുട്ടികളെ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആരാധനകൾ, അതേപോലെ തന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും പ്രധാനമായി ഉള്ള ഒരു സംഗതിയാണ് നമ്മൾ ഒരു പ്രത്യേകമായൊരു നിലവാരം പാലിക്കുമ്പോഴേ അതിന് തൊട്ട് താഴെയെങ്കിലും കുട്ടികളെ നമുക്ക് നിർത്തിക്കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധമാണ്, കുട്ടികൾ നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിരീക്ഷണത്തിലൂടെ അവർക്കൊരു ദീനിൻ്റെ ഒരവസ്ഥ കിട്ടുന്നില്ലെങ്കിൽ അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ പരീക്ഷ നടത്തിയോ നോട്ട് കൊടുത്തോ ഉണ്ടാക്കുവാൻ പറ്റുന്നതല്ല അത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ജനത്തിൻ്റെ വ്യക്തിപരമായ സൂക്ഷ്മതയിലും കാര്യങ്ങളിലും ആ ഒരു ചിട്ട വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾ നമ്മളിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത്, കുട്ടികളതിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? ചില കുട്ടികൾ മനസ്സിലാക്കുന്നു, എൻ്റെ ഉപ്പക്കും ഉമ്മക്കും എന്നെ മാത്രം സ്നേഹമല്ല, ബാക്കിയുള്ള കുട്ടികളോടൊക്കെ ഇഷ്ടമാണ്. ഒരു പക്ഷേ ആ കുട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു കുട്ടിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം പതിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അതോടുകൂടെ നമ്മൾ തമ്മിലുള്ള ബന്ധം അകന്നു. ആ കുട്ടി നിങ്ങളൊരു കുട്ടിയായി ജീവിക്കുന്നുണ്ടാകും. ആ കുട്ടി ആ ധാരണ തിരുത്താത്തിടത്തോളം കാലം വീട്ടിലെല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക അങ്ങനെ ആയിരിക്കും. എത്രമാത്രം എന്ന് വെച്ചാൽ, ഞാൻ ഇത്ര ഇറങ്ങി പറയുന്നത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് കാണും. കുട്ടികളുടെ സംസാരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാം. അതായത് തീന്മേശയിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലേറ്റ് എടുത്തു വെച്ച് കൊടുക്കുമ്പോൾ
ആ കുട്ടിക്കല്ല ആദ്യത്തെ പ്ലേറ്റ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് യാദൃച്ഛികമായൊരു സംഭവമാകാം. അതുപോലും ആ കുട്ടി മനസ്സിൽ തെളിവായി വെച്ചു, എൻ്റെ വാപ്പയ്ക്ക് എന്നോട് സ്നേഹമല്ല, എൻ്റെ വാപ്പയ്ക്ക് എന്നോട് സ്നേഹമല്ല. കുട്ടികളുടെ നിരീക്ഷണങ്ങളുടെ ആഴം കുട്ടികൾ മനസ്സ് തുറക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ. ഓരോ ധാരണയാണ്. എൻ്റെ വാപ്പക്കും എൻ്റെ ഉമ്മക്കും എന്നോട് സ്നേഹമല്ല, എന്നോട് തീരെ സ്നേഹമല്ല എന്നൊരു കുട്ടി മനസ്സിലാക്കി വെച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സഹോദരങ്ങളെ വരാൻ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് കാത്തു സൂക്ഷിക്കാത്ത മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഒന്നും നൽകാൻ പറ്റില്ല, ഒന്നും നൽകാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് കുട്ടികൾ പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾ ഫ്രണ്ട്ലിയാണ് എന്ന് പറയാം. അങ്ങനെ ആവുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വാപ്പയും മകനും എത്ര ഫ്രണ്ടായാലും വാപ്പയും മകനുമായി തന്നെ നിലനിൽക്കണ്ടേ ആ ബന്ധം? അല്ല പറ്റും. ആ ബന്ധം അങ്ങനെ നിലനിൽക്കാതിരിക്കുന്നിടത്തോളം കാലം അത് അപകടത്തിലേക്ക് തിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പെരുമാറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഒന്ന് കുട്ടികളെ അടിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളെ അടിക്കുക. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ അടിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് മനസ്സിൽ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ ചെയ്യേണ്ടായിരിക്കും. കുട്ടികളെ നിരന്തരമായി അടിക്കുന്ന ആൾക്കാരുണ്ട് നിസ്സാര കാര്യത്തിലൊക്കെ. അടി കണ്ടു നിൽക്കാൻ പോലും നമുക്കില്ല. യഥാർത്ഥത്തിൽ ഈ അടിയിൽ എപ്പോഴെങ്കിലും ഒരടി ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ശിക്ഷ എന്ന നിലക്കും ആ കുട്ടിയെ മാറ്റിക്കൊണ്ടുവരാനും ഉപകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ശിക്ഷ? എങ്കിലെങ്ങനെ ശിക്ഷിക്കേണ്ടത്? നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ആ കുട്ടിയെ ശരിക്കും വിചാരണ ചെയ്ത് ബോധ്യപ്പെടുത്തി എന്ത് ചെയ്യണം? ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശിക്ഷിക്കാൻ പറ്റണം. അങ്ങനെ ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ കുട്ടിയെ? എപ്പോഴെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? നമുക്കത് കാണുമ്പോൾ വരുന്നൊരു ക്ഷോഭം, ഒരു ദേഷ്യം, അതാണ് അടിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ അടി കുട്ടി ചെയ്തതിനല്ല, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വിഷമത്തിനും നാം അനുഭവിക്കുന്ന മാനസിക പ്രതിസന്ധികൾക്കും പരിഹാരമാണ് ആ കുട്ടിയെ തല്ലൽ. പ്രത്യേകിച്ചത് നമുക്ക് അന്വേഷിച്ചാൽ വേഗം മനസ്സിലാവും. ഗൾഫ് നാടുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ഭാര്യമാർ നാട്ടിൽ നമ്മൾ നിരന്തരം കാണുന്നതാണ്. എവിടെയും ഒരു ഹോസ്പിറ്റലിൻ്റെ ഓഫീസ് ചെന്നാൽ കാണും, എവിടെ ചെന്നാലും പരസ്യമായിട്ട് അടിക്കുക. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ല അടിക്കുക, റോട്ടിൽ വെച്ചടിക്കും, ബസ്സിൽ വെച്ചടിക്കും. ആ അടി കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കുട്ടിയെ അടിക്കുന്ന ഒരു ആരും തല്ലുന്നില്ല. ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് തല്ലുന്നില്ല, റോട്ടിൽ നിന്ന് തല്ലുന്നില്ല. തല്ലുന്നത് ആരാണ്? ഏറ്റവും സ്നേഹവും കാരുണ്യവും നൽകേണ്ട മാതാപിതാക്കൾ. ഈ അടി എന്നെങ്കിലും നമുക്ക് അനുകൂലമായൊരവസ്ഥ സൃഷ്ടിക്കുമെന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത്, നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കറിയോ, ഈ ക്യാമ്പസുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അന്യ ആൺകുട്ടികളെയും അന്യ പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളുടെ വേരുകൾ ആഴമായി പരിശോധിക്കുമ്പോൾ അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാന്നറിയെങ്കിൽ വീട്ടിൽ നിന്നും സ്നേഹപരമായ ഒരു പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പുറത്ത് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഏതെങ്കിലും ഒരു മദ്യപാനി ഒന്ന് ചിരിച്ച് വിളിക്കുമ്പോഴേക്കും ഫോൺ നമ്പറും കൊടുത്ത് മനസ്സ് മുഴുവനും വീട്ടിലെ വാപ്പനെയും ഉമ്മനെയും പറ്റിയുള്ള എല്ലാ പരാതികളും അയാളോട് ഒന്നും മറച്ചു വെക്കാതെ പറയാൻ ഒരു കുട്ടി തയ്യാറാവുന്നത് വീടിൻ്റെ ഉള്ളിലെ പ്രതിസന്ധികളെ പറഞ്ഞു തീർക്കാൻ സ്നേഹത്തിൻ്റെ ഒരിടം പരതുകയാണ്. എന്തുകൊണ്ട്? തുറന്നു പറയാൻ പറ്റാത്ത അത്രയും ക്രൂരമായൊരു മുഖം, ഒരിക്കലും തിരിച്ച് സംസാരിക്കുവാനോ മനപ്രയാസങ്ങളോ പറയാൻ പറ്റുന്ന സൗഹൃദമായ സന്ദർഭങ്ങൾ വീട്ടിലില്ലാത്ത അവസ്ഥ, ഇതൊക്കെ വളരെ ഭയാനകമാണ്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് വളർത്താനും ഉയർത്തിക്കൊണ്ടുവരുവാനും സ്നേഹം നൽകണം. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഒരു ന്യായം. ഒരു നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റല്ലേ? അതിനൊരു കുട്ടിയെ തല്ലാൻ നമ്മോട് പറഞ്ഞ എപ്പോഴാ 10ാമത്തെ വയസ്സിലാണ്. 10 വയസ്സിന് മുമ്പ് കുട്ടിയെ തല്ലാൻ എന്തെങ്കിലും ന്യായം എവിടെയെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ മനപ്രയാസവും മാനസിക സംഘർഷവും കടം വീടാത്ത പ്രശ്നവും രോഗത്തിൻ്റെ സമ്മർദ്ദങ്ങളും ഒന്നും കുട്ടികളുടെ ദേഹത്ത് തല്ലായി വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാലും ആ സ്നേഹമില്ലായ്മ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കുട്ടികൾ നമുക്കൊക്കെ വല്ല ഭാവിയിൽ വല്ല അസുഖമോ ബുദ്ധിമുട്ടൊക്കെ വന്നങ്ങാട്ട് ഇങ്ങനെ വേദനയായിട്ട് കിടക്കുമ്പോൾ കുട്ടികൾ വിഷമത്തോടെ നമ്മൾ അടുത്ത് വന്ന് നിൽക്കും. അവൻ്റെ കൈ കൊണ്ട് നമ്മുടെ കൈത്തണ്ടയിലൊന്ന് തലോടാൻ ഒരു പക്ഷേ പറ്റാതെ വന്നേക്കാം. കാരണം മാനസിക അടുപ്പമില്ലായ്മ അത്ര അകലം സൃഷ്ടിച്ചേക്കും. അതുകൊണ്ട് സ്നേഹം വളരെ പ്രധാനമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. എന്താണ്? കുട്ടികൾ ചോദിച്ചതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ സ്നേഹം. അതപ്പം ഒന്ന് വീട്ടിൽ നടക്കുന്ന കാര്യം. കുട്ടി എന്താവശ്യപ്പെട്ടാലും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടി ആവശ്യപ്പെടുന്നത് അവന് സ്വന്തമായൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ. വാപ്പൻ്റെ കമ്പ്യൂട്ടർ ഞാൻ ഉപയോഗിക്കില്ല, എനിക്ക് വേറെ കമ്പ്യൂട്ടർ വേണം. അപ്പോൾ
അല്പം ദീനിയായ ഒരു സ്ട്രിക്റ്റിൽ ഒരാൾ നിലക്ക് അവരെന്ത് ചെയ്തു, ഇപ്പം നിനക്ക് കമ്പ്യൂട്ടർ വാങ്ങിത്തരുക, വളരെ വളരെ ശക്തമായിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ വേറെ ഏതൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും അവിടെ നിന്നൊക്കെ കമ്പ്യൂട്ടർ കാണിച്ചിട്ട് പറയും, ഇപ്പോഴത്തെ കുട്ടികൾ മുഴുവൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, എനിക്ക് മാത്രമേ പറ്റാത്തുള്ളൂ. നിങ്ങൾക്ക് പിന്നെ 1 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടായിട്ട് കാര്യമുണ്ട്. ഒരു ചെറിയൊരു കാര്യം ഞാൻ മറ്റും ഇതുവരെ വാങ്ങിത്തന്നു, വെറും കമ്പ്യൂട്ടർ പ്രശ്നം മാത്രം വീട്ടിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കണം. നമ്മൾ പലപ്പോഴും കുട്ടികൾ വേണ്ട വേണ്ട എന്ന് പറയാനേ നമ്മൾ പഠിച്ചുള്ളൂ. ഇന്നത്തെ കുട്ടി നടക്കൂല. കുട്ടികൾക്ക് വേണ്ടതിനെ തരും, ആവശ്യമുള്ളത് എന്തും കുട്ടികൾക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നെറ്റ് ഉപയോഗിക്കാൻ ആദ്യം കുട്ടിനെ പഠിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളൊപ്പം മൊബൈലിൽ നിന്ന് പഠിക്കാൻ പാടില്ല. നെറ്റ് നിങ്ങളാണ് ഉപയോഗിച്ച് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ അവർ കൊടുക്കണം ഉപയോഗിക്കാൻ. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചാൽ അതിനാണ് ആ കുട്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് അവന് പ്രയോജനമുണ്ട്. ആ പ്രയോജനം എങ്ങനെ ക്രിയാത്മകമായി അത് ചെയ്യാമെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാതെ എല്ലാറ്റിനും നോ പറഞ്ഞാൽ ഒന്നും തരാത്ത, ഒരു സ്നേഹവും കാണിക്കാത്ത ഒരുത്തനായിട്ടാണ് പറ്റുക. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള എന്താ വെച്ചാൽ 15ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യണം, മോട്ടോർ ബൈക്ക് വേണം കുട്ടികൾക്ക്. മോട്ടോർ ബൈക്ക് വേണമെന്ന് പറഞ്ഞ മുന്നേ വാപ്പാരോട് ഞാൻ പറയും, നിങ്ങൾ ഓഫർ ചെയ്താൽ മതി, നിനക്ക് 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയാൽ ഞാൻ മോട്ടോർ ബൈക്ക് വാങ്ങിത്തരും, നിനക്ക് മോട്ടോർ ബൈക്ക് ഞാൻ പഠിപ്പിച്ചു തരും, എൻ്റെ ബൈക്ക് മേടിച്ചിട്ട് നിന്നെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കും. നമ്മളെ കാറിൽ നിന്നെ ഡ്രൈവ് പഠിപ്പിച്ചത് ആരാ സഹോദരങ്ങളെ? കൂടെയുള്ള സുഹൃത്തല്ല, ഡ്രൈവും പഠിപ്പിച്ചത് വാപ്പ, നെറ്റ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് വാപ്പ. സഹോദരങ്ങളെ, ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വരുത്തിയാലേ പറ്റൂ. ഞാൻ പറഞ്ഞ ഈ രൂപത്തിൽ നല്ല ദിശയിലേക്കും അവന് പറ്റാവുന്ന സൈറ്റുകളും അവന് ഉപയോഗിക്കാവുന്ന ഏരിയകളും അവൻ നിർദ്ദേശിച്ചു കൊടുത്താൽ പറ്റും. അപ്പോൾ ആളുകൾ നമ്മോട് ചോദിക്കും, അങ്ങനെ ആകുമ്പോൾ അവൻ വേറെന്തിനേക്ക് അത് ഉപയോഗിച്ചാലോ? അത് നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും ഉപയോഗിക്കും. അവൻ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും ഇന്ന് ജീവിക്കുന്ന ഒരു കുട്ടി ഒരു നെറ്റ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടി ബൈക്ക് പഠിക്കാനോ നിങ്ങളെ കാത്തു നിൽക്കൂല. അതുകൊണ്ട് കാത്തു നിൽക്കാത്തത് കൊണ്ട് അതിനുള്ള അവസരമാകും മുമ്പ് ഒരു രക്ഷിതാവ് ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. അതാണ് സ്നേഹം. കുട്ടി ചോദിക്കുന്നൊക്കെ നല്ലത്. അവൻ ആവശ്യമുള്ളതെല്ലാം കണ്ടറിഞ്ഞു കൊടുക്കുന്നവനാണ് പിതാവ്. അവൻ ആഗ്രഹം ജനിക്കും മുമ്പ്, അവൻ ചിന്തിക്കും മുമ്പ്, അവൻ അറിയും മുമ്പ് അവന് കൊടുത്തിരിക്കും. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും നോ പറയാം, സമ്മതിക്കാതിരിക്കുക, വാശി പിടിക്കുക, നിനക്ക് അത് തരില്ല ഇത് തരില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കുക. ഇതൊന്നും സഹോദരങ്ങളെ പുതിയ തലമുറയിൽ പരീക്ഷിക്കപ്പെടാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് സ്നേഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം അത് ചെയ്യാൻ ഏതു സാഹചര്യങ്ങൾ വന്നാലും അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് വന്നാൽ പോലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. പക്ഷേ അനുവദിക്കാതിരിക്കുന്നിടത്തും ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും രക്ഷിതാക്കന്മാർക്ക് പറ്റുന്ന ഒരു തെറ്റുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടത് എൻ്റെ കുട്ടി ചെയ്യണമെന്ന്. അത് നടക്കാൻ കാര്യമില്ല. എനിക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെ എൻ്റെ കുട്ടിയെ, എനിക്ക് ബോധ്യപ്പെട്ടത് എനിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എനിക്ക് ബോധ്യം ഒരു സ്ത്രീ എന്ത് ചെയ്യണം, പൂർണ്ണമായ ഹിജാബോടെയാണ് നടക്കേണ്ടത്. എൻ്റെ ഭാര്യയ്ക്കത് ബോധ്യമില്ല. അവൾക്ക് ഞാൻ പർദ്ദയും അഫ്തയും വാങ്ങിക്കൊടുത്താൽ ഒരു പക്ഷേ എന്നെ ബോധിപ്പിക്കാൻ അവൾ ഇട്ടേക്കാം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് എൻ്റെ ആ സ്റ്റെപ്പ് എന്താണ്? അവളെ അത് ബോധ്യപ്പെടുത്തലാണ്. അവൾക്ക് ബോധ്യപ്പെടണം, എനിക്ക് ബോധ്യപ്പെട്ട പോലെ അവളത് ധരിക്കും. അതേപോലെ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ആ ബോധ്യതയിൽ അവർ പ്രവർത്തിക്കണം. ഇപ്പം മ്യൂസിക് ചില ആളുകൾ പറയും, അതുകൊണ്ട് മ്യൂസിക് കേൾക്കാൻ പാടില്ല. ഇന്നത്തെ മ്യൂസിക്കുകൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഏകദേശം ഒരു ഹൈസ്കൂൾ +2 പ്രായമായി കഴിഞ്ഞാൽ ഒരു കുട്ടിൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയും നശിപ്പിക്കുന്നതാണ് മ്യൂസിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുസമയ ലഹരി ഉപയോഗിക്കുന്നവനെ പോലെയാണ് മ്യൂസിക് ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികൾ. അത്രയും വലിയ മാനസിക പ്രശ്നങ്ങളാണ്. കാരണം മ്യൂസിക് ഉപയോഗിക്കും തോറും അത് ഉപയോഗിക്കുന്നത് കുറഞ്ഞു വരില്ല, കൂടി വരിക ചെയ്യുന്നത്. അതായത് മ്യൂസിക് 1 മണിക്കൂർ പാട്ട് കേൾക്കാൻ ഇരിക്കുന്ന ആൾ പിന്നെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാട്ട് കേൾക്കണം, യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണം, സ്കൂളിലെ പുസ്തകം വായിക്കുമ്പോൾ പോലും എന്ത് ചെയ്യണം, പാട്ട് കേൾക്കണം. കേട്ടുകൊണ്ടേയിരിക്കണം. ജീവിതം മുഴുവൻ നശിക്കാൻ എന്ത് ചെയ്യും, അത് മാത്രം മതി ഏത് കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ ഏത് സംഗതികളും നമുക്ക് അപ്പം ആ കുട്ടിക്ക് ബോധ്യപ്പെടണം. എന്തെങ്കിലും തകരാറ് ആ കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം മാറും. അത് യഥാർത്ഥത്തിൽ അതൊരു വല്ലാത്ത അത്ഭുതമാണ് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാനിങ്ങൾ പോരുന്ന സമയത്ത് പോലും പിന്നെ എന്നെ നിർബന്ധിച്ചതാണ്, ഈ പോരുന്ന തിരക്കലുകൾ നിർബന്ധിച്ചതാണെന്ത്. ഒരു കുട്ടി ഒരു അമുസ്ലിം ചെറുപ്പക്കാരൻ്റെ കൂടെ പോകാൻ, അവനാണെങ്കിൽ ഒരു അമുസ്ലിം തീവ്രവാദിയായ ചെറുപ്പക്കാരൻ, അവൻ്റെ കൂടെ പോകുള്ളൂ, അവനെ ഭർത്താവായി വേണ്ടുന്ന വാശി. ഹൈക്കോർട്ടിലാണ് കേസുള്ളത്. അവളെ അവിടെ ഹാജരാക്കാൻ മാതാപിതാക്കൾ കൊണ്ടുപോവുകയാണ് ലാസ്റ്റ് നിമിഷത്തിൽ. നിങ്ങൾ ആലോചിക്കണം, ആ കുട്ടിൻ്റെ മനസ്സ് മാറ്റാൻ ഈ 19-20 കൊല്ലം ആ കുട്ടിയെ പോറ്റി വളർത്തിയ മാതാവിൻ്റെ കണ്ണുനീരുകൾക്ക് പറ്റുന്നില്ല.
വാപ്പയുടെ ശക്തമായ താക്കീതുകൾക്ക് പറ്റുന്നില്ല. എന്താ ഇപ്പം ഈ പ്രോഫ്കോണിൻ്റെ അവിടെ വന്നിട്ട് ലവ് അഫെയറുള്ള എത്രയോ കുട്ടികൾ അത് ഒഴിവാക്കിയത് നേരിട്ട് ഞാൻ കണ്ടതാണ്. നേരിട്ട് എങ്ങനെ സാധിക്കുന്നത്? ഒരു അരമണിക്കൂർ സ്പീച്ച് കൊണ്ടൊരു കുട്ടിക്ക് പറ്റുന്നു ഒഴിവാക്കാൻ. എന്നാൽ 20 കൊല്ലം താലോലിച്ച മാതാവിൻ്റെ മുഖത്ത് വരുന്ന കണ്ണുനീര് കൊണ്ട് തീരുമാനം മാറ്റാൻ പറ്റുന്നില്ല. മതപരമായി അതുവരെ പഠിപ്പിച്ചു കൊടുത്ത മാനദണ്ഡങ്ങൾ വെച്ച് മോളെ നീ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പറ്റുന്നില്ല. എന്താ പറ്റാത്തത്? ബോധ്യപ്പെടുത്തൽ പ്രധാനമാണ്. സഹോദരങ്ങളെ, നിങ്ങളെ കുട്ടികൾക്കെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തണം. നിസ്കരിക്കുന്നത് എന്തിനാണ്? അവർക്ക് ബോധ്യപ്പെടണം. എന്തിനാണ് മ്യൂസിക് കേൾക്കാതിരിക്കുന്നത്? ബോധ്യപ്പെടണം. എന്തുകൊണ്ടാണ് TV-യിലെ അശ്ലീലങ്ങളും സീരിയലുകളും സിനിമയും കാണണ്ടെന്ന് പറയണത്? ബോധ്യപ്പെടണം. എന്തുകൊണ്ടാണ് പണം അനാവശ്യമായി ചെലവഴിക്കരുതെന്ന് പറയുന്നത്? അവർക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടും, എല്ലാം ബോധ്യപ്പെടും. നോക്ക്, നിങ്ങൾ നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ വളരെ ഒരല്പം കഴിച്ച് വെറുതെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്നത് കണ്ടാൽ നമ്മുടെ മനസ്സ് വേദനിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് വേദനിക്കുകയല്ലാതെ അതിൻ്റെ ഒരു ശരിയായ അവസ്ഥ കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ സഹോദരങ്ങൾ അത് സാധിക്കില്ല, അത് ഒഴിവാക്കാൻ. ഞാൻ പറഞ്ഞില്ല, ഒന്നും വേണ്ട. ഭക്ഷണത്തിന് വേണ്ടി വേദനിക്കുന്ന വിഷമിക്കുന്ന നിങ്ങളുടെ ചെറുപ്പത്തിലെ ജീവിതത്തിലെ ഒരു ദിവസം പറഞ്ഞു തമ്മി. ഒരു ദിവസം ഞാൻ പലപ്പോഴും പറയും കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ, ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സുബഹി കഴിഞ്ഞാലുള്ള ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും ഒരു ബിസ്ക്കറ്റും കിട്ടാൻ 1500 കുട്ടികൾക്ക് പിന്നിൽ ക്യൂ നിൽക്കണം. 1500 ആൾ കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് വേണം ആ ഒരു കട്ടൻ ചായ കിട്ടാൻ. നമ്മുടെ ഏതെങ്കിലും കുട്ടികൾ കാത്തു നിൽക്കുമോ സഹോദരങ്ങൾ? അതിനിപ്പോൾ കാത്തു നിൽക്കും. ജീവിതത്തിൽ അത്രയും ലൈൻ നിന്ന ആ ഹോസ്റ്റലിൻ്റെ ആ ലൈനിൽ അവിടെ എത്തുമ്പോഴാണ് ആ ഒരു ഗ്ലാസ് ചായയുടെ വില അറിയുക. ഞാൻ പറഞ്ഞു, എന്നെങ്കിലും ഒരിക്കൽ ഒരു ഭക്ഷണത്തിൻ്റെ വില നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായാൽ വീണു പോകുമ്പോൾ അവൻ വേദനിക്കും. അതിൻ്റെ വേദന ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധ്യതയോടെ പറ്റുള്ളൂ. അത് ഖുർആനും ഹദീസും നമ്മുടെ ജീവിതാനുഭവങ്ങളും വെച്ച് പറഞ്ഞു കൊടുത്താൽ ഓരോ കാര്യത്തിലും നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ചിട്ടയുണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുട്ടിയെ അടുത്ത് കിട്ടിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു കൊടുത്ത ആ ഉപദേശങ്ങൾ നമ്മളെല്ലായിടത്തും കേട്ടതാണ്. അതിൽ വിശ്വാസ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും സമ്പൂർണ്ണമായി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ വെറുതെ എല്ലാറ്റിനും നോ എന്ന് പറയാതെ എല്ലാറ്റിനെയും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നെങ്കിൽ ചിന്തിക്കണം. എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു പക്ഷേ ഒരു 7 വയസ്സ് പ്രായം തൊട്ട് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ എന്തൊരു താല്പര്യമാവും കുട്ടികൾക്ക് അറിയുന്നത്. ഭയങ്കര താല്പര്യകരം. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ എന്ത് പറഞ്ഞു കൊടുത്താലും ആ കുട്ടികൾ അതുപോലെ സ്വീകരിക്കും. ഒരു പക്ഷേ ഉപദേശിക്കാൻ ആയിരക്കണക്കിന് മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഒരു പ്രശ്നം കുട്ടിയിൽ പിടിക്കപ്പെടുമ്പോൾ ദേഷ്യപ്പെട്ട് വടിയെടുത്ത് ഉപദേശിക്കാൻ നമ്മൾ നിൽക്കുന്നത്. ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ എത്രയോ ചാൻസ് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താതെയാണ് ആ സന്ദർഭത്തിൽ നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നത്. അത് സഹോദരങ്ങളെ, ബോധ്യപ്പെടുത്താനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. പിന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. 100 തെറ്റൊന്നും വേണ്ട കുട്ടികൾക്ക്, ഒരു തെറ്റ് മതി. എന്തെങ്കിലും മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു തെറ്റ് അവനുണ്ടെങ്കിൽ അവൻ പൂർണ്ണമായും അവൻ്റെ ജീവിതം ഡിസോർഡർ ആയിരിക്കും. അപ്പോൾ ഒരു കുട്ടി പഠിക്കാതെയാകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കണം. എന്ത് പഠിക്കാതെയാകുന്നത്? ഇപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ചൊരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു. അവൻ പറഞ്ഞു 3 കൊല്ലം എനിക്ക് എല്ലാ പേപ്പറും കിട്ടി, ഇപ്പം 4ാമത്തെ വർഷം ഒന്നും കിട്ടുന്നില്ല. അപ്പം എന്തായാലും അർത്ഥം 3 കൊല്ലം ഒരു ട്രെയിനിൽ ചേർന്നിട്ട് ആ പേപ്പറുകളൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ബേസിക് നോളജ് അവനുണ്ട് എന്നല്ലേ. പിന്നെ എങ്ങനെയാണ് തോൽക്കണേ? പിന്നെ എങ്ങനെയാണ് 4ാമത്തെ വർഷം അവൻ തോൽക്കുന്നത്? ഞാൻ അല്പം അടുത്തിരുന്ന് പരിചയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു 3ാമത്തെ വർഷം മുതൽ എന്താണ് ജൂനിയർ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുമായി ചെറിയൊരു ബന്ധം, അങ്ങനെയൊന്നുമില്ല, ഒരു മെസ്സേജ് അയക്കും, ചെറുതായിട്ടൊന്ന് ഫോൺ ചെയ്യും, മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അതിനുശേഷമാണ് അതെന്ന് തുടങ്ങിയ അന്ന് മുതൽ അവൻ്റെ പഠനം മോശമാണ്. പഠനം മോശമാകുമ്പോൾ നാം അറിയണം നമ്മുടെ കുട്ടി അബദ്ധസഞ്ചാരത്തിലാണ്, വഴി മാറിയിട്ടുണ്ട്. ആ വഴി മാറിയത് എവിടെയെന്ന് കണ്ടുപിടിക്കാതെ നമ്മുടെ കുട്ടിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസത്തിൽ ജീവിച്ചാൽ സഹോദരങ്ങളെ വലിയ നഷ്ടം പറ്റും. കാരണം തരും, ഏതു തെറ്റും മനുഷ്യൻ്റെ മനസ്സിനെ പൂർണ്ണമായും അതിൽ വ്യാപൃതമാക്കും. അത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ലൈംഗിക രംഗത്തൊരു വൈകൃതം നമ്മുടെ കുട്ടികളെ പിടികൂടിയാൽ പിന്നെ അതേ മനസ്സിലുണ്ടാവുള്ളൂ. ഉറങ്ങുമ്പോൾ അതായിക്കാരം, ഭക്ഷണം കഴിക്കുമ്പോൾ അതേ കാരണം, മൊബൈലിൽ അതായിരിക്കും, എപ്പോഴും അതേ ഉണ്ടാവുള്ളൂ. ഒരു കളവ് നിങ്ങളുടെ കുട്ടികൾക്ക് ശീലമായാൽ ജീവിതത്തിലെ എല്ലാ സമയത്തും ആ മോഷണം ഇതുവരെ കട്ടത് പിടിക്കപ്പെടുമോ, ഇനി മോഷ്ടിക്കാൻ എന്ത് വഴി, ഇനി പണം കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്താകും പ്രശ്നം, എല്ലാ സമയത്തും അതുമാത്രമേ മനസ്സിൽ ചിന്തിക്കൂ. ഏതൊരു തിന്മയും ആ കുട്ടിയുടെ മുഴുവൻ ജീവിതത്തെയും നശിപ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നല്ല
വെറുതെ എപ്പോഴും നിരീക്ഷിച്ച് ബുദ്ധിമുട്ടിച്ച് എപ്പോഴും വാപ്പന്നെങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതല്ല. നമ്മുടെ ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ എവിടെ വ്യതിചലിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത്, ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ നമ്മളെ നിരീക്ഷിച്ചിട്ടാണ് അവൻ ഓരോ കാര്യങ്ങളും. എത്രമാത്രം എന്ന് വെച്ചാൽ എന്ത് ജോലി സ്വീകരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ പോലും വാപ്പയാണ് ഒരു മാതൃകയായി കാണപ്പെടുന്നത്. വാപ്പയ്ക്ക് എന്താണ്, നാട്ടിൽ ഡോക്ടർമാരാണെങ്കിൽ അവരുടെ മക്കളൊക്കെ ഡോക്ടർമാരാണ്, അധ്യാപകന്മാരാണെങ്കിൽ അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യാൻ താല്പര്യപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കാണുന്നത് അതാണ്, ആ കാണുന്നതിനനുസരിച്ചാണ് അത് ഉണ്ടാവുന്നത്. മനസ്സിലായി? പലപ്പോഴും പിന്നെ കുട്ടി വാശി പിടിക്കുന്നു, ഒരിക്കലും എനിക്ക് ഒരു ജോലിയുള്ള ഒരു സ്ത്രീ വേണ്ടാന്ന്. എങ്ങനെയാണ് വേണ്ടത്? അപ്പം അവൻ്റെ വാപ്പ ഉയർന്ന ഒരാളാണ്, കല്യാണം കഴിച്ച് ജോലി ഇല്ലാത്തൊരു സ്ത്രീയാണ്, അത്രേ ഉള്ളൂ. അവൻ്റെ വീട്ടിലെ മാതൃകയെ അവന് പിൻപറ്റാനും അനുധാവനം ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ ഏറ്റവും പറ്റിയ മാർഗം നമ്മളാണ്. ഇത് മതപരമായ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ടൗണിലെ ഏറ്റവും ഉയർന്ന ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, 6ാം ക്ലാസ്സുകാരൻ്റേതല്ല, ഒരു ഉയർന്ന കോളേജ് വിദ്യാർത്ഥിയെക്കാളും ലാംഗ്വേജിലും അറിവിലും ജനറൽ നോളജിലൊക്കെ ഭയങ്കരമായ ഒരു അത്ഭുതം. എങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ആയി എന്നുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ ആ സ്കൂളിലെ അധ്യാപകന്മാർ നടത്തി. അവൻ്റെ ഉപ്പയും ഉമ്മയും മുസ്ലിം ഡോക്ടേഴ്സാണ്. അവർ PG കഴിഞ്ഞ് 2 കൊല്ലം അവർ ലീവ് പ്രാക്ടീസ് ചെയ്തില്ല. ആ 2 കൊല്ലം കൊണ്ട് അവർ ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ച് ലാംഗ്വേജ് പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ജനറലായിട്ടൊരു അവയർനെസ് ആ കുട്ടികൾക്ക് കൊടുത്തു. 2 കൊല്ലം കൊണ്ട് 20 കൊല്ലം കൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു സ്ഥാപനത്തിൽ പോയാൽ കിട്ടാത്തത് വളരെ വിദ്യാഭ്യാസം ബോധമുള്ള രക്ഷിതാക്കന്മാർക്ക് 2 കൊല്ലം കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞു. ഇത് ഞാൻ വെറുതെ പറയല്ല, ആ സ്കൂളിൻ്റെ അധികൃതരെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ അവിടുത്തെ അധ്യാപകരുടെ ലാംഗ്വേജ് മോശമായാലും അവിടെ വിദ്യാഭ്യാസം മോശമായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2 വർഷം കൊണ്ട് സ്കൂളിൽ നിങ്ങളുടെ കുട്ടി ഏറ്റവും ഉയർന്ന കുട്ടിയാവാൻ, ഒരു സ്കൂളിൽ ഒരു ദിവസം പോലും പറഞ്ഞയക്കാതെ കുട്ടിയെ മാറ്റാൻ രക്ഷിതാക്കന്മാർക്ക് പറ്റും. സഹോദരങ്ങളെ, ഇത്രയും കരുത്തും മാനസികമായ ദീനീ ബോധമൊക്കെ ഉള്ള ഞാനും നിങ്ങളും കൂടെ നടന്നിട്ട് നമ്മുടെ കുട്ടികൾ നാം വിചാരിച്ച് ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖഊൻ. അവിടെ അമാനത്തുകൾ അവർ പാലിച്ചു പോരും, കാത്തു സൂക്ഷിച്ചു പോരുന്നതാണ്. നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ സദാ നമ്മുടെ മനസ്സിൽ അതാണ്. രാത്രി ഉറങ്ങുമ്പോൾ, പകൽ സന്ദർഭങ്ങൾ, ഏതു സന്ദർഭത്തിലും എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, അതൊരു ഉത്തരവാദിത്തമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. അവിടെ സാക്ഷ്യങ്ങളെ അവർ നിർവഹിക്കും. ഒരു സാക്ഷ്യമുണ്ട് സഹോദരങ്ങളെ, എൻ്റെ കുട്ടി എൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് ഇനി വേറൊരു മകനായി ജനിക്കില്ല. അവന് അനുകൂലവും പ്രതികൂലവുമായ കാര്യം നൽകാൻ ഞാൻ മാത്രമേ വാപ്പയായിട്ടുള്ളൂ. എനിക്ക് ഓഫീസിൽ തിരക്കുണ്ടാവാം, എനിക്ക് നാട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവാം, എനിക്ക് പല പ്രയാസങ്ങളും ഉണ്ടാവാം. പക്ഷേ എൻ്റെ മകനായി ജനിച്ച കുട്ടിക്ക് ഞാൻ നൽകേണ്ടത് ഞാൻ തന്നെ നൽകിയിരിക്കണം എന്ന ഉത്തരവാദിത്ത ബോധം നമ്മുടെ ജീവിതത്തെ സഹോദരങ്ങളെ മാറ്റേണ്ടതുണ്ട്. അതിനുള്ള മാതൃക നമ്മൾ ഉണ്ടാക്കണം. ഈ രംഗത്ത് മറ്റൊരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ വീടിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, വീടിനെ മാറ്റണം. അത് നാം വാടകയ്ക്ക് എടുത്തതോ നമ്മുടെ സ്വന്തം വീടോ എന്നുള്ളത് പ്രശ്നമല്ല. വീട് മാറ്റണം. അത് നമ്മളും ഭാര്യയും ചേർന്ന് നമ്മുടെ വീട് മാറ്റിയേ പറ്റൂ. എന്തുകൊണ്ട് വെച്ചാൽ ഒരു ചുറ്റുപാടാണ് എല്ലാം ശരിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ കുട്ടി സദാസമയവും ഉള്ളത്. അതുകൊണ്ട് വീട് അവൻ്റെ ജീവിത സാഹചര്യം എടുക്കുന്ന ഒരു പുതിയ ലോകമാണ്. എല്ലാറ്റിലും ആ മാറ്റം വീട്. അപ്പോൾ വീട്ടിൽ ഒരു വ്യവസ്ഥാപിതത്വം വേണം സഹോദരങ്ങളെ. അത് നമ്മുടെ ഓഫീസിലില്ലേ, ഇവിടുത്തെ ഈ സർക്കാരിൻ്റെ നിരത്തുകളിലില്ലേ. നമ്മുടെ വീട് മാത്രം ഇങ്ങനെ ഡിസോർഡറായി കിടക്കേണ്ട ആവശ്യം എന്താണ്? അതിലൊരു ഓർഡർ വേണം. അത് ഇപ്പോൾ പൊതുവേ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫ്ലാറ്റുകളിലും സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പൊതുവേ നമ്മുടെ ഭാര്യമാരുടെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഇത് നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ആയാൽ പോരെന്ന്. ഇവിടെ ഭക്ഷണം എന്തിനു സമയത്തിന്, ഇവിടെ ഉറക്കം എന്തിനു സമയത്തിന്, ഇവിടെ എന്തിനു വൃത്തിയായി കിടക്കണം. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരു പുതിയ ജീവിതത്തെയും കാഴ്ചപ്പാടിനെയും ഉണ്ടാക്കുന്ന ഒരു കുട്ടി നമ്മുടെ കൂടെ വളരുന്നത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിലും വീട്ടിലൊരു ചിട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒന്നെനിക്ക് പറയാനുള്ളത് വൃത്തിയാണ്. വൃത്തി വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ ഇവിടുത്തെ ഒന്നും അവസ്ഥ എനിക്കറിയില്ല സഹോദരങ്ങളെ, മൂത്രം നജസാണ്. അത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല.
ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ബോധവും വലിയ അറിവൊന്നും വേണ്ടല്ലോ. ഞാൻ ബാത്റൂമിൽ കുട്ടി പോയി മൂത്രമൊഴിച്ച് അത് കാലിലും കയ്യിലും തെറിച്ച് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നു. അവൻ്റെ വസ്ത്രത്തിലുണ്ട്, അവൻ നമ്മുടെ ദേഹത്ത് വന്ന് കയറുന്നു, അവൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് ചവിട്ടുന്നു. ഞാൻ പറഞ്ഞ ആ കുട്ടിയിൽ മൂത്രമെന്നത് വെറും വെള്ളമല്ല, അത് മാലിന്യമാണ് എന്ന ബോധം ആരുണ്ടാക്കി കൊടുക്കും? അത് ഉമ്മ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ആ മൂത്രത്തിൻ്റെ തുള്ളിയും വെള്ളത്തിൻ്റെ തുള്ളിയും തമ്മിലുള്ള അന്തരം ആരാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? നാം അറിയണം. ഉറക്കത്തിന് ചില ചിട്ടകളുണ്ട്, സമയമുണ്ട്. നോക്ക്, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്തോ ഗെയിം കളിച്ച് എന്തോ ചെയ്ത് നേരെ വന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഒരു ഉറക്കം പഠിപ്പിച്ചാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെയല്ലേ ഉറങ്ങുക? ഉറങ്ങാൻ ഒരുങ്ങേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഉറങ്ങാനൊന്നും ഒരുങ്ങണ്ടേ? ആ ഒരുക്കം നമ്മളെ കുട്ടികൾ ഒരുങ്ങണം. അത് കഴിഞ്ഞ് ഒന്ന് പല്ലൊക്കെ വൃത്തിയാക്കി ഒളിവെടുത്ത് കാല് കഴുകി ഉറക്കത്തിന് വേണ്ടി ഇരിക്കാനും ഒരുങ്ങാനും ഒരു ചിട്ടയുണ്ട്, വേണം. വീട് ഉണരാനൊരു സമയമുണ്ട്, ആ സമയത്ത് ഉണരണം. ഇന്നും ഞായറാഴ്ചയല്ലേ, ഇന്ന് 9 മണിക്ക് ഉണർന്നാൽ മതി സഹോദരങ്ങളെ. പിന്നെ എല്ലാ ദിവസവും നേരത്തെ വിളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ഞായറാഴ്ച സുബഹി നിസ്കരിക്കണമെങ്കിൽ ശനിയാഴ്ച സുബഹി നിസ്കരിക്കണം എന്നല്ലേ എന്താ പത്ര നിയമം? ഞായറാഴ്ച സുബഹി വേണ്ട, ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ വേണമെന്നാ. ഞാൻ പറഞ്ഞു, ഞായറാഴ്ച അവൻ സമയത്ത് ഉണരണം, നിസ്കരിക്കണം, എന്നിട്ട് കിടണം. അത് പറയാനും അത് പഠിപ്പിക്കാനും ഒരു ചിട്ടയുണ്ട് വീട്ടിൽ. ആ ചിട്ട പാലിച്ചാലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര കൊല്ലത്തെ സർവീസ് ഓഫീസിലുണ്ടെങ്കിലും ഓഫീസിലെ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റും. ആ നിയമം നിങ്ങൾ ജീവിതകാലം മുഴുവൻ പാലിച്ചേ പറ്റൂ. അത് വൃത്തിയിലും ചിട്ടയിലും. വീട്ടിൽ വായനയ്ക്ക് സമയം വേണം, ഭക്ഷണം കഴിക്കാൻ സമയം വേണം, എല്ലാത്തിനും സമയം വേണം. ഒരു പ്രയാസം ഉണ്ടാവാനല്ല, അതൊക്കെ സ്വാഭാവികമായി നിർവഹിച്ചു പോകുന്നതിനുള്ളൊരവസ്ഥ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ മാത്രമേ പറ്റൂ. എങ്കിലേ ഒരു സമാധാന അന്തരീക്ഷം അവിടെ ഉണ്ടാവും, വൃത്തിയിലും സൂക്ഷ്മതയിലും. ചില ആളുകളുടെ വീട് തിയേറ്ററാണ്. എന്താ അവസ്ഥ? നിങ്ങൾ 24 മണിക്കൂറും ടിവിൻ്റെ ഏത് ചാനലും. ഒരു കുട്ടിക്ക് സ്വസ്ഥമായി വായിക്കാൻ പോലും പറ്റില്ല. ഇവിടെ വ്യത്യാസം ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. എൻ്റെ മോൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, അവനൊരു ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമെന്ന് പോലും ചിന്തിക്കാതെ രാത്രി എൻ്റെ കുട്ടികൾ ശാന്തമായി ഉറങ്ങിയാലേ രാവിലെ അവർക്ക് സ്കൂൾ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീട്ടിലൊരു 9 മണിക്ക് ലേറ്റ് ആണെന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ആരും ചിന്തിക്കുന്നില്ല സഹോദരങ്ങളെ. ചെറിയ കുട്ടികളുള്ള വീട്ടിൽ അവർ നമ്മളോടൊപ്പം കളിച്ച് രാത്രി 12 മണി വരെ ഉറങ്ങാതിരിക്കുന്നു. ഇതിനൊക്കെ എന്ത് നിയമമാണുള്ളത് നമുക്കറിയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇശാ നമസ്കരിച്ചാൽ നേരത്തെ ഉറങ്ങിയിരുന്നതാണ്. എന്താണ് അതിന് വീട്ടിൽ തടസ്സം? നാം ചിന്തിക്കണം. 1 മണിവരെ ഈ പിഞ്ചോമന പൈതങ്ങൾ വീട്ടിൽ പകല് പോലെ ഓടിക്കളിച്ച് രാത്രി മുഴുവനും ഈ ശാന്തമായി ഉറങ്ങേണ്ട, ശരീരത്തിനും ജീവിതത്തിനും വിശ്രമം ലഭിക്കേണ്ട സമയത്തെ അനാവശ്യങ്ങളിൽ ചെലവഴിക്കുന്നതിൻ്റെ ഗുണം എന്താണ് സഹോദരങ്ങളെ ഭാവിയിൽ? അതുകൊണ്ട് വീട്ടിലൊരു നിയമവും ഒരു ചിട്ടയും, നമ്മുടെ കുട്ടിക്ക് സുന്ദരവും സമാധാനവുമായി വളരാൻ ഒരവസ്ഥ സാഹചര്യം വീട്ടിലുണ്ടാക്കണം. ഞാൻ കൂടുതൽ പറയുന്നുള്ളൂ സഹോദരങ്ങളെ, പെരുമാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പെരുമാറ്റം ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞ ഒരു കുട്ടികൾക്ക് ഏറ്റവും അധികം ടെൻഷൻ ഉണ്ടാവുക എപ്പോഴാണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പരമുള്ള പ്രശ്നങ്ങളാണ് എപ്പോഴും പ്രശ്നം. കുട്ടികൾ ഭയങ്കര മാനസിക സംഘർഷത്തിലായിരിക്കും. നമ്മളിപ്പോൾ തമാശ പറയുകയാണെങ്കിലും കുട്ടികൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാം, എന്ത് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും കുട്ടികൾ എപ്പോഴും നമ്മൾ വളരെ നല്ലൊരു ഹൃദയ ബന്ധത്തിലാണെന്ന് കാണത്തക്ക വിധത്തിൽ നിങ്ങൾ കുട്ടികൾക്കുള്ളിൽ സ്നേഹമായി പെരുമാറണം. ഒരു കുട്ടിക്കൊരിക്കലും സഹിച്ചു നിൽക്കാൻ പറ്റാത്ത കാര്യം മാതാപിതാക്കൾ തമ്മിലുള്ള ബഹളങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിലത് ഉണ്ടാവരുത്. നമ്മുടെ കുട്ടികൾ മാനസികമായും ശാരീരികമായും എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മുടെ സ്നേഹമാണ് അവരുടെ സന്തോഷം. അതുകൊണ്ട് എപ്പോഴും നല്ല സംസാരങ്ങൾ, നല്ലൊരവസ്ഥകൾ വീട്ടിലുണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാ സന്ദർഭത്തിലും ശ്രമിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇങ്ങനെയുള്ള ഒരു നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സഹോദരങ്ങൾ, അതുകൊണ്ട് ധാരാളം ഗുണം നമുക്ക് ലഭിക്കാൻ. ആ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നൊരു ഘട്ടമാണ്. അതായത് ഈ മക്കളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിമാനമൊക്കെ. നിങ്ങളുടെ ഭാവിയിൽ ഏതെങ്കിലും ഒരു മോശമായൊരു വഴിയിൽ സഞ്ചരിച്ചാൽ നിങ്ങളുടെ അഭിമാനം പോകും. നിങ്ങളുടെ നാട്ടിൽ ആരായിട്ടും കാര്യമില്ല. എനിക്കറിയാം, എൻ്റെ വാപ്പയുടെ കൂടെ പഠിച്ച ഒരു വലിയ പ്രൊഫസർ, ഞാനൊക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്. അയാളുടെ മകൻ ഈ അടുത്ത ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഇപ്പോൾ കേരളത്തിലെ വളരെ ഒരു ഒറ്റപ്പെട്ട ഒരു മലയോര പ്രദേശത്ത് പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു മകൾ അയാൾക്ക് ചീത്തപ്പേരുണ്ടാക്കി. ആ ചീത്തപ്പേരുണ്ടാക്കിയ ശേഷം അയാൾക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റൂല. ഇത് കഥയല്ല സഹോദരങ്ങളെ, യാഥാർത്ഥ്യമാണ്. വിവാഹമോചിതയായ ഒരു പെൺകുട്ടിയുടെ പ്രവർത്തനം കാരണം നാട്ടിലേറെ സ്വീകാര്യനായ ഒരാൾ
നാടും വീടും വിട്ട് ഭാര്യയെയും വീട്ടിൽ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ, അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. ഇത് വളരെ ചെറുതായി കാണരുത്. നമ്മൾ ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു അവസ്ഥയ്ക്ക് വേണ്ടി ചെറിയൊരു ത്യാഗം, ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാത്തതിൻ്റെ പേരിൽ വലിയ അപമാനങ്ങൾ നമുക്ക് സംഭവിക്കും. മാത്രമല്ല, ഈ കുട്ടികൾ നമുക്ക് പ്രയോജനപ്പെടാതെ പോകും. ദുനിയാവിലും പ്രയോജനപ്പെടുന്ന സഹോദരങ്ങളെ പരലോകത്തിലും പ്രയോജനപ്പെടില്ല. കാരണം ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ അവന് ശരിക്കും മാതാപിതാക്കളെക്കുറിച്ചുള്ള ബോധം തന്നെ വേണം. യാതൊരു സംശയവുമില്ല. എന്നോട് എൻ്റെ ഭാര്യ അവിടെ ഒരു അയൽവാസിനെ കുറിച്ച് കാണിച്ചു പറഞ്ഞു. ഒരു അമുസ്ലിം അയൽവാസി എന്നെ പറ്റി പറഞ്ഞു, യഥാർത്ഥത്തിൽ മുസ്ലിം ആണെങ്കിൽ സ്വർഗം കിട്ടാൻ അർഹതപ്പെട്ട ഒരാളാണ് ഇയാൾ. എന്താ വെച്ചാൽ ധാരാളം മക്കളുണ്ട്. ആ മക്കളെ കൂട്ടത്തിൽ ഇയാൾ മാത്രം അമ്മനെ സംരക്ഷിക്കുന്നുള്ളൂ. അമ്മനെ സംരക്ഷിക്കുക പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ കൊണ്ടുനടക്കുന്ന പോലെയാണ് അമ്മനെ കൊണ്ടുനടക്കുക. അത്രയും സ്നേഹത്തിലും ബഹുമാനത്തിലും. സഹോദരങ്ങൾ, അതിനുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം. അയാൾക്ക് അയാളുടെ ഒരു വിശ്വാസമുണ്ട്, നമുക്ക് നമ്മുടേതായ ശരിയായൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും വലിയ മഹാപാപം എന്താണെന്ന് ചോദിച്ചാൽ അത് ഷിർക്ക്. അത് എന്നോടൊപ്പം നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക. പാപ്പാൻ്റെയും മനെയും മനസ്സുണ്ടാകുന്നൊരു വിഷമം പോലും മഹാപാപമാണെന്ന് ഉൾക്കൊള്ളാൻ ഒരു കുട്ടിക്ക് പറ്റിയാൽ ആ കുട്ടി മാറാൻ മറ്റെന്താണ് വേണ്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നാം വളരെ കണിശമായും ഗൗരവത്തോടു കൂടെയും നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ. ഇനി പരലോകത്തുള്ള അവസ്ഥയോ അത് ഭയങ്കരമാണ്. ഈ സൂറത്തുർ റഅദിൽ നിന്നുള്ള ഒരായത്ത് നമ്മളൊക്കെ വളരെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷയായി കാണേണ്ട ഒരു ഖുർആനിക വചനമാണ്. അതായത് സ്വർഗത്തിൽ ഭയങ്കരമായ പദവി വ്യത്യാസങ്ങൾ ഉണ്ടാവും. ധ്രുവനക്ഷത്രങ്ങളെ കാണുന്ന ദൂരത്തിലാണ് ഓരോ സ്വർഗത്തിൻ്റെ പദവികളും കാണുക. എന്നാൽ അള്ളാഹു അവിടെ നമുക്കൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ ആനുകൂല്യം എന്ന് വെച്ചാൽ, നല്ലവരായി ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ തൗഹീദോടുകൂടെ ശിർക്കൊന്നും വരാതെ നല്ല സ്വാലിഹീങ്ങളായി നമ്മൾ നമ്മുടെ ഭാര്യമാരും കുട്ടികളും ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ സ്വർഗത്തിൻ്റെ ഒരേ തട്ടിലെത്തിക്കുന്നതാണ്. ഇപ്പം എന്തൊക്കെ അവസ്ഥ? നമ്മുടെ കൂടുതൽ ഏറ്റവും ഉയർന്ന പദവിയുള്ള ആൾക്കാരുടെ പദവിയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അത് വേണ്ടേ സഹോദരങ്ങളെ? തരാന്നാ പറയുന്നത് ഖുർആൻ. അത്രയും വലിയ ഓഫറാണ്. ശാശ്വത സ്വർഗം. യദ്ഖുലൂനഹ, അതിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയാതിഹിം, നല്ലവരായ പടച്ചവൻ്റെ ഒരു വ്യവസ്ഥ പറഞ്ഞു, നല്ലവരായിരിക്കണം. വമൻ സ്വലഹ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉപ്പുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമിന് മകണ്ട്. പക്ഷേ വമൻ സ്വലഹ, നന്നായി ജീവിച്ചവർ. മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, വ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്ന്, ദുർരിയാതിഹിം, അവരുടെ മക്കളിൽ നിന്ന്. മക്കള്, മാതാപിതാക്കള്, ഇണകള്, ഇവരൊക്കെ സ്വർഗത്തിൽ. വൽ മലായിക്കത്ത് യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാം, എല്ലാ ഭാഗത്തു നിന്നും ശാന്തി നേർന്നുകൊണ്ട് മലക്കുകൾ അവിടെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് മലക്കുകൾ അവരോട് പറയുന്ന വാക്കാണ് സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്ന് പറയും. ഈ നല്ല പര്യവസാനം, ഏറ്റവും സ്വർഗം എന്നത് ഏറ്റവും നല്ല പര്യവസാനം. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, ഒരല്പം മാറ്റം ജീവിതത്തിൽ ഞാനും നിങ്ങളോട് വരുത്തി അതിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയാൽ സ്വർഗത്തിൽ അനന്തമായി അനശ്വരമായി എന്നെന്നും ജീവിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ സഹോദരങ്ങളെ, അല്പം ശ്രമം നമുക്ക് നടത്തിക്കൂടെ? എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. എല്ലാ നമ്മുടെ നാട്ടിലില്ല ഇങ്ങനെ ഒരു സാഹചര്യം. നാട്ടിലില്ല നിങ്ങളെ കുട്ടികൾ ഇത്രയും നല്ല രൂപത്തിൽ പണ്ഡിതന്മാരാൽ നടത്തപ്പെടുന്ന മദ്രസ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെ അന്വേഷിച്ചോളൂ. മദ്രസിൽ പോയി ആരാ അധ്യാപനം എന്ന് ചോദിച്ചാൽ കുറച്ച് യോഗ്യതയുള്ള ആളുകൾ ആരും മദ്രസ പഠിപ്പിക്കണില്ല. അതാണ് നാട്ടിലെ അന്തരീക്ഷം. മനസ്സിലായില്ലേ? ഇനി മറ്റ് നമ്മുടെ സലഫികളുടേത് അല്ലാത്ത മദ്രസകളുടെ അവസ്ഥയാണെങ്കിലോ ഭൗതികമായി പോലും ഒരു സംസ്കാരമില്ലാത്ത പല ആളുകളുമാണ് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. SLC വരെയെങ്കിലും പഠിച്ച് ഒരു പ്രാഥമികമായ വിദ്യാഭ്യാസവും ബോധമില്ലാത്ത ആളുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഞാൻ അവിടെ അന്വേഷിച്ചിടത്തോളം മിക്കവാറും ജാലിയാത്തിലൊക്കെ ഉള്ള ദായികളായ ആളുകളാണ് പല ആളുകളും മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ മദ്രസ എന്നുള്ള നടത്തിപ്പുകാർ മാത്രമല്ല, നിങ്ങളെല്ലാവരും അതിനെ നടത്തിപ്പുകാരാണ്. കാരണം എന്താ അറിയോ? ഒരു സ്ഥാപനം നന്നായാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് സ്ഥാപനം നന്നാവുക എന്നത് നടത്തുന്ന ആളുകളുടെയോ അധ്യാപകന്മാരുടെയോ മാത്രം ബാധ്യതയല്ല, മറിച്ച് ഏതൊക്കെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടോ ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യത. ഒരു പക്ഷേ ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കാളും ഈ രംഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയ ആളുകൾ രക്ഷിതാക്കന്മാരുണ്ടാവാം. അങ്ങനത്തെ ഒരാളതിൽ ഇടപെട്ടാൽ മൊത്തം കുട്ടികൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക. അതുകൊണ്ട് വളരെ ശക്തമായി നമ്മൾ ഈ രംഗത്ത് എന്ത് ചെയ്യണം?
ഇടപെടണം, അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കണം. അതിലേറ്റവും പ്രധാന പങ്ക് അധ്യാപകനല്ല, മദ്രസക്കല്ല, സിലബസിനല്ല, പാഠപുസ്തകങ്ങൾക്കല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനാണ് അതിൽ ഏറ്റവും വലിയ പങ്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമ നൽകുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ കഴിഞ്ഞ കടപ്പുറത്ത് നടന്ന നമ്മുടെ ക്യാമ്പയിനിൽ വെച്ചുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണം നടത്തിയ നമ്മുടെ കേരളത്തിലെ പ്രമുഖനായ നമ്മുടെ ഒരു പണ്ഡിതനും ഗുരുവര്യനുമായിട്ടുള്ള നമ്മുടെ അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വപ്നം നമ്മുടെ സ്വപ്നങ്ങളിൽ ഒരു സ്വപ്നമാകേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എന്നോട് എൻ്റെ ഗുരുനാഥൻ കെ പി മുഹമ്മദ് മൗലവി ഉപദേശിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഒരു കുട്ടിനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ദീനിൻ്റെ വഴിക്ക് പഠിപ്പിച്ച് പണ്ഡിതരാക്കി കൊണ്ടുവരണം. അങ്ങനെ ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചു. എൻ്റെ മോനെ പഠിപ്പിച്ച് അവൻ എന്ത് ചെയ്തു, നല്ല ഒരവസ്ഥയിൽ ഇന്ന് അവൻ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങളിൽ എൻ്റെ മോനെയും പുറത്താക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ മോൻ എന്താണ്, ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അതൊരു വലിയ സൗഭാഗ്യമാണ് സഹോദരൻ, ചെറിയ ഭാഗ്യമല്ല. നമുക്ക് പറ്റാത്തത് നമ്മുടെ മക്കളെ കൊണ്ട് പറ്റിയാൽ ഭാഗ്യം തന്നെയല്ല. നമുക്കൊരു പക്ഷേ അറബി അടിസ്ഥാനപരമായി പഠിക്കാനും ദീൻ അടിസ്ഥാനപരമായും പറ്റാതിരുന്നേക്കാം. പക്ഷെ നമ്മുടെ ഒരു മകൻ അങ്ങനത്തെ ഒരു കഴിവോടുകൂടെ വളർന്നു വരികയും നമ്മുടെ നാട്ടിൽ നിന്ന് ഏതൊരു മലയാളിക്കും ഇസ്ലാമികമായൊരു സംശയം ചോദിക്കാൻ അവൻ ഫോൺ വരുന്നതും അവൻ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും അവൻ്റെ ദീനീ പ്രബോധനം കൊണ്ട് ജീവിതം മാറിയ ആളുകളുടെ സംഭവങ്ങൾ കേൾക്കുമ്പോഴും ഒരുപക്ഷേ ഈ ദുനിയാവിൽ നല്ല മനോഹരമായൊരു സൗധമുയർത്തി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന വരുമാനവും നാട്ടിൽ നേടി നാട്ടിൽ സുഖമായി ജീവിക്കുന്ന ഒരു ഭാവി നമുക്ക് ആസന്നമാവുകയാണെങ്കിൽ അന്ന് നമ്മുടെ വീട് നൽകുന്നതിനേക്കാളേറെ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നൽകുന്നതിലേറെ, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് നൽകുന്നതിലെ ആനന്ദം ആ കുട്ടിയിൽ നിന്ന് നമ്മൾ അനുഭവിക്കും. സംശയമില്ല കാര്യത്തിൽ. ഈ രംഗത്ത് മാത്രം ഓടി നടക്കുന്ന, ഇതുമാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് മുഴുവനും ദീനിൻ്റെ വെളിച്ചമായി തീരുന്ന ഒരു മകൻ, മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന, എല്ലാ അർത്ഥത്തിലും ദീൻ ഉൾക്കൊള്ളുന്ന ഒരു മകൻ എൻ്റെ മക്കളിൽ അല്ലെങ്കിൽ ഒരു മകൾ എന്നിൽ ഉണ്ടാവട്ടെ എന്നൊരു സ്വപ്നം യഥാർത്ഥത്തിൽ ദീൻ ഉൾക്കൊള്ളുന്ന ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും നല്ല സ്വപ്നമാണ്. ഇന്ന് അത്തരം സ്വപ്നം കാണുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള മദീന യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ ധാരാളമായി വന്ന് പഠിക്കുന്നതും അതുകൊണ്ട് ധാരാളക്കണക്കിന് പുരോഗതികൾ ഗൾഫിലും നാട്ടിൽ നമുക്കതുകൊണ്ടാണ് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, ഒരിക്കലും ഖബറിലേക്ക് നമുക്ക് അവസാനിക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന ശ്വാസമടങ്ങിയാലും നമ്മുടെ കൈകാലുകൾ നിശ്ചലമായിരുന്നാലും കാലിൻ്റെ പെരുവിരലുകൾ കൂട്ടിക്കെട്ടപ്പെട്ടാലും ഒരു പ്രവർത്തന നിരതനെ പോലെ നമുക്ക് പ്രതിഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഖബറിലേക്ക്. അത് നമ്മുടെ വിജ്ഞാനങ്ങളെ കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്ത വിജ്ഞാനം അവരിൽ ജീവിക്കും. നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുത്തത് അവരിൽ ജീവിക്കും. അത് തലമുറകൾക്കായി പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം പങ്ക് നമുക്ക് ലഭിക്കുമെങ്കിൽ എത്ര ഉദാത്തമാണ്, എത്ര ഉന്നതമാണ് ആ ആഗ്രഹം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമയം അധികരിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവസാനിപ്പിക്കുന്ന എനിക്കോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നാം നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ഇവിടെ ഫീസ് കൃത്യമായി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടിയെ സമയത്ത് അയക്കണമെന്നോ വണ്ടി വരുമ്പോഴേക്ക് കുട്ടി മാറ്റി നിൽക്കണമെന്നോ ഇതൊക്കെയാണ് സാധാരണ രക്ഷിതാക്കന്മാർ കൊടുക്കാനുള്ള നിർദ്ദേശം. ആ നിർദ്ദേശങ്ങൾ എന്നെക്കാളും നിങ്ങൾ ബോധവാന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കുട്ടിനെ ഇവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതിൻ്റെ ചില അലയൊലികൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഇത് വെറുതെ ഒരു പൈസ നഷ്ടപ്പെടുത്താനുള്ള ഒരു പരിപാടി മാത്രമല്ല, ദീനിനോട് കുട്ടികൾക്കൊരു അനാദരവ് ഉണ്ടാകാനും ഒരു പക്ഷേ ഇത് കാരണമായേക്കാം. ഇത്ര ഗൗരവത്തോട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഇവിടെ എന്താ അത് കാണാത്തു എന്ന വൈരുദ്ധ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ കുട്ടിയുടെ ചെറിയ മനസ്സിന് പറ്റാതിരുന്നാൽ കാലാകാലം മതത്തോടൊരു വിരോധം അവൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടാൽ അത് ഗുരുതരമായ ഒരു വീഴ്ചയായിരിക്കും. അതുകൊണ്ട് നന്മകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമുക്കെതിരെ ഒരു തെളിവാകാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഞാൻ എൻ്റെ സംസാരത്തിൽ നിങ്ങളോടൊരു വിമർശനമില്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞതാണ്. കാരണം ഇത്രയും താല്പര്യത്തോടുകൂടെ ഒരു മദ്രസയിലെ രക്ഷിതാക്കന്മാരെ വിളിച്ചിട്ട് ഇത്രയും താല്പര്യത്തോടെ ഇത്രയും അധികം ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളോടുള്ള താല്പര്യം അത്രയും ഉന്നതമാണ്, അല്ലെങ്കിൽ ദീനിനോടുള്ള താല്പര്യം അത്രയും ഉന്നതമാണെന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും നമുക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിലുള്ള ശ്രദ്ധ നമുക്ക് വേണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥന വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഒരാൾ വഴിതെറ്റി പോകാൻ ഒരു നിമിഷം മതിയല്ലോ. എല്ലാ കാഴ്ചപ്പാടുള്ള ആൾക്കാരും വഴിതെറ്റി പോകണ്ടല്ലോ, ഒക്കെ പഠിപ്പിച്ചിട്ട്. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സൂറത്തു അൽ മുഅ്മിനൂനിൻ്റെ ഏറ്റവും അവസാനത്തെ വചനം ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വഖുർ റബ്ബിഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റാഹിമീൻ. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്, സമ്പൂർണ്ണമാണ്. റബ്ബിഗ്ഫിർ,
റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട് എന്നാണ്. ഒന്ന്, നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെ പാപങ്ങൾ റെക്കോർഡിൽ ഇല്ലാതിരിക്കാൻ. പിന്നെ പൂർവ്വകാലത്ത് ഒരുപക്ഷെ നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പല തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതെങ്ങാനും പരലോകത്തെ രേഖ കയ്യിൽ കിട്ടുമ്പോൾ ഇല്ലാതിരിക്കാൻ നാഥാ നീ മായ്ച്ചു തരണം. എൻ്റെ കഴിഞ്ഞ പാപങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ പുറത്തു കൊണ്ടുപോയിരിക്കാം, മറച്ചു വെക്കണം. ഈ രണ്ടാശയവും അതിനുണ്ടെന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു. വർഹം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും, എൻ്റെ എല്ലാത്തിലും, എൻ്റെ ജോലിയിൽ, എൻ്റെ ദാമ്പത്യത്തിൽ, എൻ്റെ മക്കളെ വളർത്തുന്നതിൽ, എൻ്റെ ഡ്രൈവിങ്ങിൽ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ എനിക്കൊരു തൗഫീഖ്, ഒരു നന്മ നീ എനിക്ക് തരണം, നിന്റെ ഒരു സഹായം എനിക്കുണ്ടാകണം. വഖുർ റബ്ബി ഗഫിർ വർഹം വ അൻത ഖൈറുർ റഹീമീൻ. കരുണ ചെയ്യുന്നവർ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ എന്ന്. സഹോദരങ്ങളെ, പ്രാർത്ഥന വളരെ പ്രധാനമാണ്. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന് കൺകുളിർമ കിട്ടാൻ വേണ്ടി അള്ളാഹു നമ്മളെ പഠിപ്പിച്ച സൂറത്തുൽ ഫുർഖാൻ റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സമ്പൂർണ്ണമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുണ്ടാകണം, പരിശ്രമമുണ്ടാവണം, മാറ്റമുണ്ടാവണം. എന്തു കേട്ടാലും തലേന്നത്തെ പോലെ ആവരുത് സഹോദരങ്ങളെ. പിറ്റേന്ന് ആ കേട്ടതിനോട് നമ്മുടെ മനസ്സും ജീവിതവും പ്രതികരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകൂ. അങ്ങനെ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും എല്ലാ കൽപ്പനകളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഈ സത്യത്തിൻ്റെ സന്ദേശവുമായി വന്നപ്പോൾ പ്രവാചകനെ കണ്ടുപഠിച്ചു ജീവിച്ച ആ സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ, എങ്ങനെ ജീവിച്ചോ, ആ സ്വഹാബത്തിൻ്റെ ആ ഇസ്ലാമിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമ്മുടെ ഓരോരുത്തരെയും പുതകൻ്റെ സ്വപ്നം. ആ സംസ്കാരം, ആ ആരാധനാ രീതി, ആ വിശ്വാസം അതുപോലെ ലോകത്ത് പുനഃസ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നവരാണ് സലഫികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അടുത്ത ഭാവിയിൽ നമ്മളിലും നമ്മുടെ ഭാവി തലമുറയിലും ആ ഏറ്റവും നല്ല ഉത്തമ നൂറ്റാണ്ടിലെ സ്വഹാബത്തിൻ്റെ ജീവിതം, ആ യഥാർത്ഥമായ ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള നമ്മുടെ ത്യാഗ പരിശ്രമങ്ങളെ അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഓരോ പ്രബോധന പ്രവർത്തനങ്ങളിലും അള്ളാഹു നമുക്ക് വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങളിൽ നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. എന്തെങ്കിലും ശ്രദ്ധക്കുറവുകൾ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരികയും ഇനിയുള്ള ജീവിതകാലം ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ഇസ്ലാമിക ജീവിതം നയിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ നാഥ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറു മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.